ഗുഡ് ഈവനിങ്. നമ്മൾ KCB സബ് ഏജന്റ് എക്സാം പ്രിപ്പറേഷൻ ഓൺഗോയിങ് ആണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക് ഇലക്ട്രോണിക്സിന്റെ ഫസ്റ്റ് പാർട്ട്. നമ്മൾ ഓൾറെഡി വീഡിയോ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് പാർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ട്രാൻസിസ്റ്റർ ബയാസിംഗ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ പോയിന്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് തവണ KCB എക്സാംസിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കുക. നിങ്ങൾ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വെൻ എ പി എൻ ജംഗ്ഷൻ ഈസ് റിവേഴ്സ് ബയാസ്ഡ്. അപ്പം ഒരു പി എൻ ജംഗ്ഷൻ നമുക്കറിയാം അല്ലെ, ഈ പി ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ട്, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ട് അല്ലെ. പി ടൈപ്പ് സെമി കണ്ടക്ടർ, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. നമ്മൾ ഫസ്റ്റ് വീഡിയോ പാർട്ട് 1 കണ്ടു കഴിഞ്ഞാൽ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു സാധാരണ സെമി കണ്ടക്ടറിനെ അല്ലെങ്കിൽ ഒരു പ്യൂർ ഫോം ഉള്ള ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനെ നമ്മൾ എന്തായിരിക്കും എക്സ്റ്റൻസിക്കലി സെമി കണ്ടക്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതിന് നമ്മൾ എങ്ങനെ നമ്മൾ പി ടൈപ്പ് എൻ ടൈപ്പ് വെച്ച് കൺവേർട്ട് ചെയ്യുന്ന കാര്യം നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ നോക്കി ഇതെന്ന് പറയുമ്പോഴത്തേക്ക് പി എൻ ജംഗ്ഷൻ ആണ്. ഇതൊരു പി ടൈപ്പ് മെറ്റീരിയലും ഇതായിരിക്കും എൻ ടൈപ്പ് മെറ്റീരിയൽ ആണ്. നമ്മളിങ്ങനെ ഈ ഒരു രൂപത്തിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു ജംഗ്ഷൻ കിട്ടുന്നതാണ് നമ്മൾ പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് ഫോർവേഡ് ബയാസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, പി കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക, ബാറ്ററിയുടെ പോസിറ്റീവിൽ കണക്ട് ചെയ്യാണ്, എൻ കൊണ്ടുവന്ന് നെഗറ്റീവിൽ കണക്ട് ചെയ്യാണ്. ആ സമയത്ത് എന്തായിരിക്കും വരിക, ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ ആകുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇറ്റ് ഫേവേഴ്സ് കണ്ടക്ഷൻ അല്ലെ, കണ്ടക്ഷനെ ഫേവർ ചെയ്യുന്നുണ്ട്. റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ ആകുമ്പോഴത്തേക്ക് കണക്ഷൻ എങ്ങനെ ആയിരിക്കും വരിക, പി വന്നിട്ട് ഇങ്ങനെ ആയിരിക്കും നെഗറ്റീവിലായിരിക്കും, എൻ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ആയിരിക്കും പോസിറ്റീവിലായിരിക്കും കണക്ട് ചെയ്യുന്നത്. സോ ഈ സമയത്ത് എന്തായിരിക്കും കറണ്ട് എന്തായിരിക്കും വരിക, കറണ്ട് ഈസ് വെരി ലോ ആയിരിക്കും. ദാറ്റ് മീൻസ് വി ക്യാൻ സേ ദാറ്റ് എന്തായിരിക്കും ഇറ്റ് ഓഫേഴ്സ് ഹൈ റെസിസ്റ്റൻസ്. കറണ്ട് കുറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ഓഫർ ദ റെസിസ്റ്റൻസ് ഈസ് വെരി ഹൈ എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഓപ്ഷൻ 1A ആയിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്. ഇറ്റ് ഓഫേഴ്സ് വെരി ഹൈ റെസിസ്റ്റൻസ്. അത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ വർക്കിംഗ് പ്രിൻസിപ്പിളിനകത്ത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻസുലേറ്റേഴ്സ് ഹാവ് അല്ലെ, ഇൻസുലേറ്റേഴ്സ് ഹാവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് 4 ഓപ്ഷൻസ് ഉണ്ട്. ലാർജ് എനർജി ഗ്യാപ്പ്, സ്മാൾ എനർജി ഗ്യാപ്പ്, ഓവർലാപ്പ്, ബാലൻസ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്, ഫുൾ കണ്ടക്ഷൻ ബാൻഡ്. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് 2 ബാൻഡാ ഉള്ളത്. എന്തൊക്കെയായിരിക്കും വരിക, കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട് അല്ലെ, കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്, പിന്നെ എന്താ ബാലൻസ് ബാൻഡ് ഉണ്ട് അല്ലെ. അപ്പോൾ കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്, പിന്നെ എന്തായിരിക്കും വരിക, ബാലൻസ് ബാൻഡ് ഉണ്ട്. ഇത് കണ്ടക്ഷൻ ബാൻഡ്, ബാലൻസ് ബാൻഡ്. അപ്പൊ ഈ കണ്ടക്ഷൻ ബാൻഡും ബാലൻസ് ബാൻഡിന് ഈ ഇടയ്ക്ക് വരുന്ന ഈ ഗ്യാപ്പിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്നാണ് പറയുന്നത് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. അപ്പൊ ഈ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നുണ്ട് അല്ലെ. ഈ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻസുലേറ്റർ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, ഈ ഫോർബിഡൻ എനർജി ഗ്യാപ്പിന്റെ വാല്യൂ മീൻസ് എന്തായിരിക്കും വരിക, 15 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും നമ്മുടെ, അല്ലെങ്കിൽ 15 EV ആയിരിക്കും നമ്മുടെ ഇൻസുലേറ്ററിന്റെ കേസിലാണെങ്കിൽ ഫോർബിഡൻ എനർജി ഗ്യാപ്പിന്റെ വാല്യൂ എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈ ഗ്യാപ്പിന്റെ വാല്യൂ എന്ന് പറയുന്നത് 15 EV ആയിരിക്കും. പിന്നെ എന്തായിരിക്കും വരിക, ഒരു കണ്ടക്ടർ ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, ഈ കണ്ടക്ഷൻ ബാൻഡും എന്തായിരിക്കും ബാലൻസ് ബാൻഡും എന്തായിരിക്കും വരിക, ഇത് ഓവർലാപ്പ് ചെയ്യും അല്ലെ, ബിക്കോസ് ഇറ്റ് ഫേവേഴ്സ് കണ്ടക്ഷൻ. അടുത്തതായിരിക്കും വരിക, സെമി കണ്ടക്ടർ ആണെങ്കിൽ എന്തായിരിക്കും വരിക, ഇത് കണ്ടക്ഷൻ ബാൻഡും എന്തായിരിക്കും, ഇത് ബാലൻസ് ബാൻഡും ആണെങ്കിൽ എന്തായിരിക്കും, ഇത് തമ്മിലുള്ള ഗ്യാപ്പിന്റെ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക, 1 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും ഇത് തമ്മിലുള്ള എനർജി ഗ്യാപ്പ് വരുന്നത്. സോ നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റും, ഇത് മൂന്നും കൂടെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും എന്തായിരിക്കും, ഇൻസുലേറ്റർ ആണെങ്കിൽ 15 EV ആണ്, പിന്നെ എന്തായിരിക്കും കണ്ടക്ടർ ആണെങ്കിൽ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്, സെമി കണ്ടക്ടർ ആണെങ്കിൽ എന്തായിരിക്കും 1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇത് ഓവർലാപ്പ് ചെയ്യുന്നത് എന്തായിരിക്കും കണ്ടക്ടർ ആണ് അല്ലെ, കണ്ടക്ടർ ആണ്. എന്താ 1 ഇലക്ട്രോൺ വോൾട്ട് വരുന്ന ആരായിരിക്കും വരിക, സെമി കണ്ടക്ടർ ആണ്. സോ അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും വരിക, ഈ മൂന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ എനർജി ഗ്യാപ്പ് ഉള്ള ആൾക്കായിരിക്കും ഇൻസുലേറ്റർ ആണ്. നമുക്ക് പറയാൻ പറ്റും ദി ഇൻസുലേറ്റേഴ്സ് ഹാവ് ലാർജ് എനർജി ഗ്യാപ്പ് നമുക്ക് പറയാൻ പറ്റും. സോ ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് തവണ PSC എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇൻസുലേറ്റേഴ്സ് ഹാവ്. അതായത് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ രൂപത്തിലുള്ള എന്തായിരിക്കും, ഈ രൂപത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ഫോർവേഡ് റീജിയൻ of its characteristics, a diode acts as a diode appears as a എന്തായിരിക്കും വരിക, ഫോർവേഡ് റീജിയൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, ദാറ്റ് മീൻസ് ഇറ്റ് സ്റ്റാർട്ട്സ് കണ്ടക്ടിങ് അല്ലെ. കണ്ടക്ടിങ് മീൻസ് ഡയോഡ് ഈസ് ഫോർവേഡ് ബയാസ് എന്ന് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും വരിക, ഇറ്റ് വിൽ ബിഹേവ് ലൈക്ക് ഓൺ സ്വിച്ച് എന്ന് പറയാൻ പറ്റും. ഫോർവേഡ് ഇപ്പൊ നോക്കുക കാര്യം എന്തായിരിക്കും വരിക, ഫോർവേഡ് ബയാസ് അല്ലെങ്കിൽ ഫോർവേഡ് റീജിയൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഇറ്റ് ഈസ് എ കണ്ടക്ടിങ് പാത്ത് ആണ്. therefore we can say it is a ഓൺ സ്വിച്ച് നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് അപ്പിയേഴ്സ് ലൈക്ക് എ ഓൺ സ്വിച്ച് നമുക്ക് പറയാൻ പറ്റും. അടുത്ത് നോക്കിയേ, 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എ സെമി കണ്ടക്ടർ ഇൻ ഇറ്റ്സ് പ്യൂറസ്റ്റ് ഫോം ഈസ് നോൺ ആസ്, ഏതായിരിക്കും സെമി കണ്ടക്ടർ ഈസ് ഇൻ പ്യൂറസ്റ്റ് ഫോം എന്ന് പറയുന്നത്. നമുക്കറിയാം സെമി കണ്ടക്ടേഴ്സ് 2 തരത്തിലുണ്ട് അല്ലെ. സെമി കണ്ടക്ടേഴ്സ് 2 തരത്തിലുണ്ട്. ഒന്നെന്താ, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആണ്,
ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ പിന്നെ എന്തായിരിക്കും വരിക എക്സ്ട്രിൻസിക് ആണല്ലേ. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ഇസ് ദ പ്യൂറസ്റ്റ് ഫോം ആണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. എക്സ്ട്രിൻസിക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക ഇൻട്രിൻസിക് പ്ലസ് ഇമ്പ്യൂരിറ്റീസ് നമ്മൾ പറയുന്നത് അല്ലെ. ഈ ആഡിങ് ഓഫ് ദിസ് ഇമ്പ്യൂരിറ്റീസ് ടു ദ സെമി കണ്ടക്ടർ ഇസ് കാൾഡ് പ്യൂർ സെമി കണ്ടക്ടർ ഇസ് കാൾഡ് നമുക്ക് എന്ത് പറയാൻ പറ്റും ഡോപ്പിംഗ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ നോക്കുക അപ്പൊ എന്തായിരിക്കും വരിക പ്യൂറസ്റ്റ് ഫോം ഓഫ് സെമി കണ്ടക്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്. സെമി കണ്ടക്ടർ പ്യൂറസ്റ്റ് ഫോം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എന്തായിരിക്കും വരിക ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ വരുന്നത്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആണ് അതിന്റെ ആൻസർ വരുന്നത്. ഓർത്ത് വയ്ക്കുക ഈ ഒരു ക്ലാസിഫിക്കേഷൻ കൊടുത്തു. ഈ കാര്യം നല്ല രീതിയിൽ ബേസിക് എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ട്രൈവാലന്റ് എലമെന്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം പ്യൂർ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആണ്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ പ്ലസ് ഇമ്പ്യൂരിറ്റീസ് ആണ് നമ്മൾ എന്താ പറയുന്നത് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ആ ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക ഒന്നിൽ എൻ ടൈപ്പ് ആവാം അല്ലെ, എൻ ടൈപ്പ് ഇമ്പ്യൂരിറ്റീസ് ആവാം, അല്ലെങ്കിൽ എന്തായിരിക്കും വരിക പി ടൈപ്പ് ഇമ്പ്യൂരിറ്റീസ് ആവാം അല്ലെ. അങ്ങനെ കിട്ടുന്ന സെമി കണ്ടക്ടേഴ്സ് ആണ് നമുക്ക് എൻ ടൈപ്പ് സെമി കണ്ടക്ടറും എന്തായിരിക്കും പി ടൈപ്പ് സെമി കണ്ടക്ടറും നമുക്ക് കിട്ടുന്നത് അല്ലെ. അപ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ട്രൈവാലന്റ്. ട്രൈവാലന്റ് മീൻസ് എന്തായിരിക്കും പി ടൈപ്പ് സെമി കണ്ടക്ടർ ആണ് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ പി ടൈപ്പ് എന്തായിരിക്കും പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ഏതൊക്കെയായിരിക്കും വരിക ട്രൈവാലന്റ് എലമെന്റ് ആയിരിക്കും അല്ലെ. അതിന് എക്സാമ്പിൾ വരുന്നത് എന്തായിരിക്കും കോമൺ എക്സാമ്പിൾസ് എന്താണ് ഗാലിയം അല്ലെ. ബാഗ് എന്ന് ഓർത്താൽ മതി. ബാഗ് എന്ന് വെച്ചാൽ എന്തായിരിക്കും വരിക ബോറോൺ അലൂമിനിയം ഗാലിയം ഇൻഡിയം. ബോറോൺ അലൂമിനിയം ഗാലിയം ഇൻഡിയം ബാഗി എന്ന് ഓർത്താൽ മതി. BAGI ബോറോൺ അലൂമിനിയം ഗാലിയം ഇൻഡിയം. അതായിരിക്കും വരിക എൻ ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ എക്സാമ്പിൾ എന്തായിരിക്കും വരിക അത് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആണ് അല്ലെ. പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആണ് എന്തായിരിക്കും വരിക ഫോസ്ഫറസ് അല്ലെ. എക്സാമ്പിൾ എന്താ ഫോസ്ഫറസ്, പിന്നെ ആർസനിക്, ഫോസ്ഫറസ്, ആർസനിക്, ബിസ്മത്ത് എക്സെട്ര. ഇതൊക്കെയാണ് നമ്മുടെ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഓർത്ത് വയ്ക്കുക ഈ ഒരു എന്തായിരിക്കും എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അറ്റ്ലീസ്റ്റ് നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കാനുള്ളത് എന്തായിരിക്കും വരിക ഗാലിയവും ഇൻഡിയവും ഓർത്ത് വയ്ക്കുക. പിന്നെ എന്തായിരിക്കും വരിക ഫോസ്ഫറസ്, ആന്റിമണി ബിസ്മത്ത് ഒക്കെ ഓർത്ത് വയ്ക്കുക. പിന്നെ എന്തായിരിക്കും ആന്റിമണിയും വരുന്നുണ്ട് അല്ലെ. അതെന്തായിരിക്കും ആന്റിമണി എന്തായിരിക്കും എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണ് ആന്റിമണി. അപ്പൊ നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നതായിരിക്കും വരിക ഫോളോയിങ് ഇസ് എ ട്രൈവാലന്റ്. ട്രൈവാലന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആരായിരിക്കും വരിക ട്രൈവാലന്റ് പി ടൈപ്പ് സെമി കണ്ടക്ടർ ആണ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എന്തായിരിക്കും ഇൻഡിയം ആയിരിക്കും വരിക അല്ലെ. ബി ആണ് ആൻസർ, ഇൻഡിയം ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത നോക്കി ആറാമത്തെ ക്വസ്റ്റ്യൻ മെർജിംഗ് ഓഫ് എ ഫ്രീ ഇലക്ട്രോൺ ആൻഡ് എ ഹോൾ ഈസ് നോൺ ആസ്. ഇതിനാണ് നമ്മൾ എന്താ പറയുന്നത് മെർജിംഗ് ഓഫ് എ ഫ്രീ ഇലക്ട്രോൺ ആൻഡ് ഹോൾ ഈസ് നോൺ ആസ് റീകോമ്പിനേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. മെർജിംഗ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസിന്റെ ഹോളിന്റെയും എന്തായിരിക്കും അതിന് ആ പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത് നമ്മൾ റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഫോർ എ സിലിക്കൺ PN ജംഗ്ഷൻ ദ ബാരിയർ പൊട്ടൻഷ്യൽ ഈസ് ഓർത്ത് വയ്ക്കുക സിലിക്കണിന്റെ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക 0.7 വോൾട്ട് ആണ്. അതായിരിക്കും വരിക ജർമ്മേനിയത്തിന്റെ എത്രയായിരിക്കും വരിക 0.3 വോൾട്ട് ആണ്. അപ്പം സിലിക്കണിന്റെ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്ക് 0.7 ഓർത്ത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് 0.7 ഈ 7ന്റെ എസും സിലിക്കണിന്റെ എസും തമ്മിൽ കമ്പൈൻ ചെയ്ത് പഠിക്കാം. അപ്പൊ തെറ്റത്തില്ല നമുക്ക്. സോ നമുക്ക് എന്തായിരിക്കും വരിക 0.7 വോൾട്ട് ആയിരിക്കും അതിന്റെ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സോ എന്തായിരിക്കും ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ബാരിയർ പൊട്ടൻഷ്യൽ നമ്മൾ ഓവർകം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറ്റത്തുള്ളൂ അവിടെ കറണ്ട് ഫ്ലോ നടക്കത്തുള്ളൂ. അങ്ങനെ ബാരിയർ പൊട്ടൻഷ്യലിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനെയാണ് ഫോർവേഡ് വോൾട്ടേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് നീ വോൾട്ടേജ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ നീ വോൾട്ടേജ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് പറ്റും നീ വോൾട്ടേജ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ദ മിനിമം ഫോർവേഡ് വോൾട്ടേജ് അല്ലെ. നമ്മൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. മിനിമം ഫോർവേഡ് വോൾട്ടേജ് അറ്റ് വിച്ച് കറണ്ട് ഫ്ലോസ് ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത് നീ വോൾട്ടേജ് നമ്മൾ പറയുന്നത്. ഓർത്ത് വയ്ക്കുക ഈ ഒരു പോയിന്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിലിക്കണിന്റെ അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ വാല്യൂസ് എങ്കിലും ഓർത്ത് വയ്ക്കുക. സിലിക്കണിന്റെ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 0.7 വോൾട്ട് ആണെന്ന് ഓർത്ത് വയ്ക്കുക. റെക്ടിഫയറുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് റിസൾട്ട്സ് ഉണ്ട്. അത് നമുക്കതിനകത്ത് ഡെറിവേഷൻ ഒന്നും ഒരു ആവശ്യമില്ല. പക്ഷെ റിസൾട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഈ റിസൾട്ട് നല്ല രീതിയിൽ പഠിക്കുക. റിപ്പിൾ ഫാക്ടർ ഫോർ എ ഹാഫ് വേവ് റെക്ടിഫയർ. റിപ്പിൾ ഫാക്ടർ എത്ര വന്നിരിക്കുന്നത് 1.21 ആണ്. ഹാഫ് വേവ് റെക്ടിഫയർ ആണെങ്കിൽ റിപ്പിൾ ഫാക്ടർ ഈസ് 1.21 അല്ലെ. അപ്പൊ എന്തായിരിക്കും വരിക ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ എന്തായിരിക്കും വരിക ഫോർ എ ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ എന്തായിരിക്കും റിപ്പിൾ ഫാക്ടർ ഈസ് ഈക്വൽ ടു ഫുൾ വേവ് റെക്ടിഫയർ ആണ് റിപ്പിൾ ഫാക്ടർ ഈസ് ഈക്വൽ ടു 0.483 ആണ്. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണത്.
0.483. ഓർത്ത് വയ്ക്കുക, അതൊരു റിസൾട്ട് ആയിട്ട് പഠിച്ചു വയ്ക്കാം. The amount of DC component, നമുക്കറിയാം റെക്ടിഫയർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, AC DC ആക്കുന്ന കൺവെർട്ടറിനാണ് നമ്മൾ റെക്ടിഫയർ എന്ന് പറയുന്നത്. അപ്പം എത്രമാത്രം AC ക്വാണ്ടിറ്റി ഉണ്ടെന്ന് അതിന്റെ അളവിനാണ് നമ്മൾ റിപ്പിൾസ് എന്ന് പറയുന്നത് അല്ലെ. അടുത്ത ചോദ്യം ചോദിക്കുക. അപ്പം ഹാഫ് വേവ് റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടർ 1.21 ആണ്. ഫുൾ വേവ് റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടർ എത്ര ആയിരിക്കും വരിക? 0.483 ആണ്. ഓർത്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ബെസ്റ്റ് വാല്യൂ ഓഫ് റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി ഫോർ എ ഫുൾ വേവ് റെക്ടിഫയർ ഈസ്, എത്ര ആയിരിക്കും വരിക? ഫുൾ വേവ് റെക്ടിഫയറിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 81% ആണ് വരുന്നത് അല്ലെ. അപ്പം എഫിഷ്യൻസി ഓഫ് അപ്പം ഫുൾ വേവ് റെക്ടിഫയറിന്റെ എഫിഷ്യൻസി ആണ് 81%. അപ്പം ഹാഫ് വേവ് റെക്ടിഫയറിന്റെ എഫിഷ്യൻസി എത്ര ആയിരിക്കും വരിക? ഹാഫ് വേവ് റെക്ടിഫയർ എഫിഷ്യൻസി എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 40.6%. ഈ റിസൾട്ട് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വയ്ക്കാം. മിക്കപ്പോഴും നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുന്ന ഒരു പാർട്ടാണിത്. അപ്പം ഇതിന്റെ ഫുൾ വേവ് റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 0.483 ഹാഫ് വേവ് റെക്ടിഫയർ എഫിഷ്യൻസി 40.6 എന്നും ഓർത്ത് വയ്ക്കുക. ഇമ്പോർട്ടന്റ് പോയിന്റ് ടു റിമെമ്പർ. ഓക്കെ, ദ ബാരിയർ പൊട്ടൻഷ്യൽ ഓഫ് ജർമേനിയം അല്ലെ. ഇപ്പൊ നമ്മൾ മുന്നേ പറഞ്ഞായിരുന്നല്ലോ, എത്ര ആയിരിക്കും വരിക? സിലിക്കണ്ടത് 0.7 ആണ്. ജർമേനിയത്തിൽ എത്ര ആയിരിക്കും വരിക? 0.3 ആണ് വരുന്നത് അല്ലെ. സിലിക്കണ്ടത് 0.7 ആണ്. ആൻസർ നമ്മൾ മാർക്ക് ചെയ്തിരുന്നോ മറ്റേ? സെക്കൻഡ്. ജർമേനിയത്തിന്റെ പറയുമ്പോഴത്തേക്ക് എത്ര ആയിരിക്കും വരിക? 0.3 ആണ്. സിലിക്കണ്ട് എത്ര ആയിരിക്കും വരിക? 0.7 എന്ന് പറഞ്ഞാൽ സിലിക്കണ്ടിന്റെ ആണ്. ഓർത്തേക്ക്. അപ്പൊ നമ്മളിവിടെ 0.3 ആണ്. SCR ഈസ് എ ഡാഷ് ഡിവൈസ് അല്ലെ. SCR എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? SCR എന്ന് പറഞ്ഞാൽ PN അല്ലെ, 4 ലെയർ ഡിവൈസ് ആണ്. PN 4 ലെയർ ഡിവൈസ് ആണ്. ആൻഡ് ഹാവിങ് എന്തായിരിക്കും വരിക? മൂന്ന് ടെർമിനൽ ആനോഡ് ഉണ്ടാവും, പിന്നെ എന്തായിരിക്കും? കാഥോഡ് ഉണ്ടാവും, പിന്നെ എന്തായിരിക്കും വരിക? ഗേറ്റ് ഉണ്ടാവും അല്ലെ. അപ്പം ഇതാണ് നമ്മൾ SCR എന്ന് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പവർ ഇലക്ട്രോണിക്സ് ടോപ്പിക്കിൽ നമ്മൾ പഠിക്കും. സോ എന്തായിരിക്കും? ഇറ്റ് ഇസ് എ 4 ലെയർ 3 ജംഗ്ഷൻ ഡിവൈസ് എന്ന് പറയാൻ പറ്റും അല്ലെ. സോ ആയിരിക്കും SCR എന്ന് പറയുന്നത്. BJT ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ അല്ലെ ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ദ മോഡ് ഓഫ് ആംപ്ലിഫിക്കേഷൻ. നമ്മൾ യൂസ് ചെയ്യുന്ന കോൺഫിഗറേഷൻ ഏതായിരിക്കും? കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആയിരിക്കും നമ്മൾ ആംപ്ലിഫിക്കേഷൻ ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? മനസ്സിലാക്കേണ്ടത് അത് നമ്മൾ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആംപ്ലിഫിക്കേഷൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കും. പക്ഷെ ഇപ്പോൾ ഓർത്ത് വയ്ക്കുക, ഏതായിരിക്കും? BJT നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്നത് ഏതായിരിക്കും? ആംപ്ലിഫിക്കേഷൻ പർപ്പസ് യൂസ് ചെയ്യുന്നത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. സോ ഈ 3 കോൺഫിഗറേഷന്റെയും കമ്പാരിസൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ വരുന്ന ടോപ്പിക്കിൽ നമ്മളത് കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഡയോഡ് മെഷേഴ്സ് 20 ohms അല്ലെ. A rectifier diode measures 20 ohms in the forward direction and 20,000 ohms in the reverse direction. The condition of the rectifier is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റെക്ടിഫയർ ഡയോഡ് ആണ്. ഡയോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇത് റെക്ടിഫയർ എന്ന് വിചാരിക്കാം. ഇത് ഡയോഡ് ആണ്. ഡയോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ ഇതായിരിക്കും ഒരു PN ജംഗ്ഷൻ ആണ് അല്ലെ. ഒരു PN ജംഗ്ഷൻ ആണ്. അപ്പോൾ ഡയോഡ് മെഷേഴ്സ് 20 ohms the forward direction. Forward direction means എന്തായിരിക്കും വരിക? 20 ohms എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഫോർവേഡ് ബാസ്ഡ് കണ്ടീഷൻ. അപ്പോൾ നമ്മൾ പഠിച്ചു ഫോർവേഡ് ബാസ്ഡ് കണ്ടീഷൻ എന്തായിരിക്കും വരിക? ഫോർവേഡ് ബാസ്ഡ് കണ്ടീഷൻ റെസിസ്റ്റൻസിന്റെ വാല്യൂ കുറവായിരിക്കും. റിവേഴ്സ് ബാസ്ഡ് കണ്ടീഷൻ എന്തായിരിക്കും വരിക? റെസിസ്റ്റൻസിന്റെ വാല്യൂ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഡയോഡ് the condition of this diode is ഓപ്ഷൻ നോക്കുമ്പോഴത്തേക്ക് ഷോർട്ട് സർക്യൂട്ടിന്റെ ഫോർവേഡ് അല്ല, ഓപ്ഷൻ B അല്ല, C അല്ല, D ആയിരിക്കും. നമുക്ക് ഓപ്ഷൻ ഇവിടെ ഡയോഡ് ഈസ് ഇൻ ദ ഗുഡ് കണ്ടീഷൻസ് നമുക്ക് പറയാൻ പറ്റും. ബിക്കോസ് എന്തായിരിക്കും? നമ്മൾ റെസിസ്റ്റൻസ് നോക്കിയാൽ മതി, എന്തായിരിക്കും? കണ്ടക്ഷനെ സഹായിക്കുന്നുണ്ട് അല്ലെ. ഒരിക്കലും ഫോർവേഡ് ബയാസ്ഡിൽ കണ്ടീഷനിൽ ഡയോഡ് ഒരിക്കലും ഷോർട്ട് ആവില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ടു ക്യാരി ദ കറണ്ട് അല്ലെ. ഡയോഡ് ഷോർട്ട് ആയിട്ടല്ല നമുക്ക് ആക്ട് ചെയ്യുന്നത്. എന്തായിരിക്കും ടു ക്യാരീസ് ദ കറണ്ട് ആൻഡ് ഇറ്റ് ഈസ് ഹാവിംഗ് ദ ഫോർവേഡ് റെസിസ്റ്റൻസ് ഉണ്ടാവും. അതാണ് 20 ohm എന്ന് പറയുന്നത്. അപ്പം അത് ആ ഒരു പോയിന്റ് എടുത്ത് വെക്കുക. സോ 2 കണ്ടീഷൻസ് മാത്രം പഠിച്ചു വെക്കുക. റെസിസ്റ്റൻസ് എന്തായിരിക്കും? ഫോർവേഡ് ബാസ്ഡ് കണ്ടീഷൻസിനകത്ത് എന്തായിരിക്കും വരിക? റെസിസ്റ്റൻസിന്റെ വാല്യൂ കുറവായിരിക്കും. റിവേഴ്സ് ബാസ്ഡ് കണ്ടീഷനിൽ എന്തായിരിക്കും? റെസിസ്റ്റൻസിന്റെ വാല്യൂ ഇൻക്രീസ് ആണെന്ന് ഓർത്ത് വെക്കുക. അടുത്ത പോയിന്റ് നോക്കിയേ. ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ആർ നെയ്തർ കണ്ടക്ടേഴ്സ് നോർ ഇൻസുലേറ്റേഴ്സ്. വൺ വേ ടു ഇൻക്രീസ് ഇറ്റ്സ് കണ്ടക്ടിവിറ്റി ഈസ്. നമുക്കറിയാം ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ പ്യൂറസ്റ്റ് ഫോം ഓഫ് സെമി കണ്ടക്ടർ ആണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞത്. ആർ നെയ്തർ കണ്ടക്ടേഴ്സ് നോർ ഇൻസുലേറ്റേഴ്സ് അല്ലെ. അപ്പൊ അതിനെ ഒരിക്കലും നമുക്ക് കണ്ടക്ടറോ ആയിട്ടോ ഇൻസുലേറ്റർ ആയിട്ടോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിനെ കണ്ടക്ടിവിറ്റി കൂടണമെങ്കിൽ എന്ത് ചെയ്യാൻ എന്തായിരിക്കും നമ്മൾ ചെയ്യുന്നത്? നമ്മൾ വി ആർ ആഡിങ് ഇമ്പ്യൂരിറ്റീസ്. ആ ആഡിങ് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമ്മൾ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡോപ്പിംഗ് എന്ന് നമ്മൾ പറയും. ദിസ് ആഡിങ് ഓഫ് ഇമ്പ്യൂരിറ്റീസ് ടു ദ പ്യൂർ സെമി കണ്ടക്ടർ ഈസ് കാൾഡ് ഡോപ്പിംഗ് എന്ന് നമ്മൾ പറയും. അടുത്ത് നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ യൂണിപോളാർ ഡിവൈസ്?
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ യൂണിപോളാർ ഡിവൈസ് അല്ലെ. അപ്പൊ എന്തായിരിക്കും വരിക? യൂണിപോളാർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം BJT ഉണ്ട് അല്ലെ, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ഉണ്ട്, FET ഉണ്ട്. ഞാൻ ലാസ്റ്റ് ക്ലാസ് നമ്മൾ ആ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ പറഞ്ഞായിരുന്നു. BJT എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ബൈപോളാർ ജംഗ്ഷൻ ഉണ്ട്. ബൈപോളാർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? Bipolar means the current carry due to the current is carry due to both minority and majority carriers. Both minority and majority carriers. എവിടാണെങ്കിൽ നമ്മളുടെ BJT ആണെങ്കിൽ FET ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? പെറ്റ ആകുമ്പോഴത്തേക്ക് എന്താ? കറണ്ട് ക്യാരി only due to only due to ആര് മാത്രമേ ഉണ്ടാവത്തുള്ളൂ? മെജോറിറ്റി കാരിയേഴ്സ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. മെജോറിറ്റി കാരിയേഴ്സ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ BJT ആണെങ്കിൽ ആരൊക്കെ ആയിരിക്കും? ബോത്ത് മെജോറിറ്റി ആൻഡ് മൈനോറിറ്റി കാരിയേഴ്സ് ആർ പ്ലേയിങ് ദ റോൾ ഓഫ് ക്യാരിയിങ് ദ കറണ്ട്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ബൈപോളാർ എന്ന് പറയുന്നത്. FET ആണെങ്കിൽ എന്തായിരിക്കും വരിക? ബിക്കോസ് ഇത് കറണ്ട് ക്യാരി ഓൺലി ഡ്യൂ ടു മെജോറിറ്റി കാരിയേഴ്സ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് പറയാൻ പറ്റും FET ഇറ്റ് ഈസ് എ യൂണിപോളാർ ഡിവൈസ് നമുക്ക് പറയാൻ പറ്റും. സോ FET ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തായിരിക്കും വരിക? പൊളാരിറ്റി നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് നമുക്ക് മെജോറിറ്റി കാരിയേഴ്സ് ഉണ്ടാവും, മൈനോറിറ്റി കാരിയേഴ്സ് ഉണ്ടാവും. P ടൈപ്പ് മെറ്റീരിയൽസ് ആണെങ്കിൽ ആരായിരിക്കും? ഹോൾസ് ആയിരിക്കും മെജോറിറ്റി കാരിയേഴ്സ്. N ടൈപ്പ് മെറ്റീരിയൽസ് ആണെങ്കിൽ എന്തായിരിക്കും വരിക? ഇലക്ട്രോൺസ് ആയിരിക്കും മെജോറിറ്റി കാരിയേഴ്സ് പറയുന്നത്. അപ്പം മെജോറിറ്റി കാരിയേഴ്സ് രണ്ടുപേരും കണ്ടക്ഷൻ ഇൻവോൾവ് ചെയ്യുവാണെങ്കിൽ, കണ്ടക്ടർ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേർക്കും റോൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഡിവൈസ് എന്തായിരിക്കും പറയാ? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ ബൈപോളാർ ഡിവൈസ് എന്ന് പറയും. ഒരാൾക്ക് മാത്രമേ അല്ലെങ്കിൽ മെജോറിറ്റി കാരിയർക്ക് മാത്രമേ റോൾ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ എന്തായിരിക്കും? യൂണിപോളാർ ഡിവൈസ് പറയാൻ പറ്റും. therefore FET ഈസ് എ യൂണിപോളാർ ഡിവൈസ് നമുക്ക് പറയാൻ പറ്റും. പോയിന്റ്സ് ഒക്കെ ഓർത്ത് വയ്ക്കുക. ഇതൊക്കെ ഒരുപാട് തവണ നമ്മളുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് കുറെ സെലക്ട് ചെയ്തിട്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഔട്ടുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ദ റിപ്പിൾ ഫാക്ടർ ഓഫ് എ പവർ സപ്ലൈ ഷോസ്. നമുക്കറിയാം DC എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് റെക്ടിഫയറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക്, റെക്ടിഫയറിന്റെ കൺവേർട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? റെക്ടിഫയർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇൻപുട്ട് ആയിട്ട് നമ്മൾ ആര് കൊടുക്കുന്നുണ്ട്? AC കൊടുക്കുന്നുണ്ട്. ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? DC കിട്ടുന്നുണ്ട്. ഈ DC നമുക്ക് എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി എ പ്യുവർ DC ആയിരിക്കണം അല്ലെ. അപ്പം ഇതിനകത്ത് എന്ത് കാണാൻ പാടില്ല? ഒരു AC കമ്പോണന്റിന്റെ പാർട്ട് പോലും അല്ലെങ്കിൽ ഒരു ഫ്രീക്വൻസി കമ്പോണന്റ് പോലും അവിടെ കാണാൻ പാടില്ല. അപ്പം അങ്ങനെ ദ പ്രസൻസ് ഓഫ് AC കമ്പോണന്റ് ഇൻ ദ ഔട്ട്പുട്ട് ഓഫ് എ റെക്ടിഫയർ ഇസ് കാൾഡ് റിപ്പിൾ ഫാക്ടർ എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ നമ്മൾ റിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും റിപ്പിൾ ഫാക്ടർ ഓഫ് എ പവർ സപ്ലൈ ഷോസ് ദ എഫിഷ്യൻസി. അപ്പം റിപ്പിൾ ഫാക്ടർ 0 ആണെങ്കിൽ അല്ലെങ്കിൽ റിപ്പിൾസ് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും? ഈ നമുക്ക് കിട്ടിയിരിക്കുന്ന റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടിയിരിക്കുന്നത് എന്തായിരിക്കും? 100% DC നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ആ പോയിന്റ് നമ്മൾ ഓർത്ത് വയ്ക്കുക. അടുത്ത നോക്കി, BJT ആംപ്ലിഫയർ ഓപ്പറേറ്റ്സ് ഇൻ. നമുക്കറിയാം ഒരു ട്രാൻസിസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ BJT എടുത്തു കഴിഞ്ഞാൽ 2 ജംഗ്ഷൻ ഉണ്ട് അല്ലെ. എമിറ്റർ ബേസ് ജംഗ്ഷൻ ഉണ്ട്, കളക്ടർ ബേസ് ജംഗ്ഷൻ ഉണ്ട്. അപ്പൊ എന്തായിരിക്കും വരിക? പിന്നെ എന്തായിരിക്കും? റീജിയൻ അല്ലെ. റീജിയൻ ഉണ്ട്, ആപ്ലിക്കേഷൻ ഉണ്ട്. നോക്കിയേ, അപ്പൊ നമുക്ക് ആദ്യം 3 കണ്ടീഷൻസ് നോക്കാം. നമ്മൾ ഫസ്റ്റ് സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ്, കളക്ടർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? 2 ഫോർവേഡ് ബയാസ്ഡ് ആണ്. ദ റീജിയൻ ഈസ് നത്തിങ് ബട്ട് എ സാച്ചുറേഷൻ റീജിയൻ എന്ന് പറയാൻ പറ്റും അല്ലെ. സാച്ചുറേഷൻ റീജിയൻ. ആപ്ലിക്കേഷൻ എന്തായിരിക്കും വരിക? ഡയോഡ് വിൽ വർക്ക്സ് ലൈക്ക് എ ക്ലോസ്ഡ് സ്വിച്ച്. Emitter based junction is forward biased, collector based junction is emitter based junction reverse biased, collector based junction reverse biased. The region is called cutoff region എന്ന് പറയാൻ പറ്റും. And the application എന്തായിരിക്കും വരിക? It is open switch എന്ന് പറയാൻ പറ്റും അല്ലെ. The diode will behaves like an open switch. Emitter based junction is forward biased, collector based junction is reverse biased ആകുമ്പോഴത്തേക്ക് region എന്തായിരിക്കും വരിക? Active region ആയിരിക്കും. And the BJT and the application is nothing but an amplifier. സോ ഈ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. സോ തന്നിരിക്കുന്ന ചോദ്യത്തിനകത്ത് BJT ഓപ്പറേറ്റ്സ് ഇൻ ഏതായിരിക്കും വരിക? ഓപ്പറേറ്റ്സ് ഇൻ ഏത് റീജിയൻ ആണ്? ആക്റ്റീവ് റീജിയൻ ആണ്. സോ ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. എന്തായിരിക്കും? എമിറ്റർ ബേസ് ജംഗ്ഷൻ രണ്ടും ഫോർവേഡ് ആണെങ്കിൽ ഇതായിരിക്കും സാച്ചുറേഷൻ റീജിയൻ ആണ്, ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്റ്റീവ് ചെയ്യും അല്ലെ. രണ്ടും റിവേഴ്സ് ആണെങ്കിൽ കട്ട് ഓഫ് റീജിയൻ ആണ്, ഓപ്പൺ സ്വിച്ച് ആയിരിക്കും. ഒന്ന് ഫോർവേഡ് എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡ് ആകുമ്പോഴത്തേക്കും ഇറ്റ് വിൽ വർക്ക് ദിസ് ആക്റ്റീവ് റീജിയൻ ഓഫ് ഓപ്പറേഷൻ ആൻഡ് ഇറ്റ് വിൽ വർക്ക് ആസ് എ ആംപ്ലിഫയർ എന്ന് പറയാൻ പറ്റും. സോ ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് തവണ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിച്ചിട്ടുണ്ട് ഈ 3ാമത്തെ പോയിന്റ്. ഓക്കെ, അടുത്ത ചോദിച്ചിട്ട് നോക്കിയത് റിപ്പിൾ ഫ്രീക്വൻസി ഇൻ എ ഫുൾ വേവ് റെക്ടിഫയർ എത്രയായിരിക്കും വരിക? ആൻസർ ഈസ് ദ റിപ്പിൾ ഫ്രീക്വൻസി ഇൻ എ ഫുൾ വേവ് റെക്ടിഫയർ ഈസ് ആൻസർ പറയുമ്പോൾ 2f ആയിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്. ഈസ് 2f. അപ്പൊ നമ്മൾ ഓർത്ത് വയ്ക്കുക, ഹാഫ് വേവ് റെക്ടിഫയർ ആണെങ്കിൽ എത്രയായിരിക്കും വരിക? ഫോർ ഹാഫ് വേവ് റെക്ടിഫയർ ഇറ്റ് ഈസ് the ripple frequency is
റിപ്പിൾ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക FS ആയിരിക്കും വരിക സപ്ലൈ ഫ്രീക്വൻസി ഈക്വൽ ആയിരിക്കും ഫുൾ വേവ് റെക്ടിഫയർ ആകുമ്പോഴത്തേക്കും ദാറ്റ് ഈസ് 2 ടൈംസ് ദ സപ്ലൈ ഫ്രീക്വൻസി എന്ന് പറയാൻ പറ്റും ഹാഫ് വേവ് റെക്ടിഫയർ ആകുമ്പോഴത്തേക്ക് FS ആണ് ഫുൾ വേവ് റെക്ടിഫയർ ആകുമ്പോഴത്തേക്ക് 2FS ആണ് ഓർത്ത് വയ്ക്കുക ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുക ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ദ ഡിഫ്റ്റ് കറണ്ട് ഇൻ എ സെമി കണ്ടക്ടർ ഇസ് ഡ്യൂ ടു ഓപ്ഷൻ അപ്ലൈഡ് വോൾട്ടേജ് ചേഞ്ച് ഇൻ കാരിയർ കോൺസെൻട്രേഷൻ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ മെറ്റീരിയൽ പ്രോപ്പർട്ടി അപ്പൊ എന്തായിരിക്കും വരിക ഡ്രിഫ്റ്റ് കറണ്ട് ഇസ് ഡ്യൂ ടു എന്തായിരിക്കും വരിക അപ്ലൈഡ് വോൾട്ടേജ് ആണ് അപ്പൊ എന്താണ് ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ നമുക്ക് രണ്ട് കറണ്ട് നമ്മൾ പഠിക്കുക ഒന്ന് ഡ്രിഫ്റ്റ് കറണ്ട് ഉണ്ട് പിന്നെ എന്തായിരിക്കും വരിക ഡിഫ്യൂഷൻ കറണ്ട് ഉണ്ട് അപ്പൊ എന്തായിരിക്കും ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഡെഫിനിഷൻ എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റുക ദി ഇലക്ട്രിക് ഫീൽഡ് സപ്പോർട്ടഡ് ദ ഫ്ലോ ഓഫ് മൈനോറിറ്റി കാരിയേഴ്സ് അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയുന്നത് മൈനോറിറ്റി കാരിയേഴ്സിന് ഫ്ലോ ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള ഫോഴ്സ് അല്ലെങ്കിൽ അതിന് ആ എനർജി അതിനാണ് നമ്മൾ എന്താ പറയുന്നത് നമ്മൾ ഡ്രിഫ്റ്റ് കറണ്ട് നമ്മൾ പറയുന്നത് അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് supported the flow of electric field supported the flow of minority carriers അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയുന്നത് മൈനോറിറ്റി കാരിയേഴ്സ് ഇസ് കാൾഡ് ഡ്രിഫ്റ്റ് കറണ്ട് പിന്നെ എന്തായിരിക്കും ഡിഫ്യൂഷൻ കറണ്ട് പറയുമ്പോഴത്തേക്കും ഡ്യൂ ടു കോൺസെൻട്രേഷൻ വേരിയേഷൻ അപ്പൊ നമുക്കറിയാം ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ട് N ടൈപ്പ് സെമി കണ്ടക്ടർ PN ജംഗ്ഷൻ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക ഇവിടെ എന്തായിരിക്കും വരിക പി ടൈപ്പ് മെറ്റീരിയലിനകത്ത് ഇലക്ട്രോൺസിന്റെ അളവ് കുറവായിരിക്കും അല്ലെ അല്ലെങ്കിൽ ഹോൾസ് ആയിരിക്കും മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആയിരിക്കും മൈനോറിറ്റി കാരിയേഴ്സ് N ടൈപ്പിൽ എന്തായിരിക്കും വരിക N ടൈപ്പിൽ ഇലക്ട്രോൺസ് ആയിരിക്കും മെജോറിറ്റി ഹോൾസ് ആയിരിക്കും മൈനോറിറ്റി അപ്പം അങ്ങനെ ഒരു കോൺസെൻട്രേഷൻ ഡിഫറൻസ് മൂലം ഫ്ലോ ചെയ്യുന്ന കറണ്ടിനാണ് നമ്മൾ എന്ത് പറയുന്നത് നമ്മൾ ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറയുന്നത് അപ്പം ഡ്യൂ ടു കോൺസെൻട്രേഷൻ വേരിയേഷൻ എന്തായിരിക്കും due to concentration variation അല്ലെ വേരിയേഷൻ അപ്പൊ അങ്ങനെ കോൺസെൻട്രേഷൻ വേരിയേഷൻ മൂലം ഫ്ലോ ചെയ്യുന്ന കറണ്ട് നമ്മൾ എന്ന് പറയാൻ പറ്റും ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡിഫ്യൂഷൻ കറണ്ട് ഇതിന്റെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകേണ്ട കാര്യമില്ല പക്ഷെ ഓർത്ത് വയ്ക്കുക ഡിഫ്യൂഷൻ കറണ്ട് അപ്പൊ എന്താണ് ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ മൈനോറിറ്റി കാരിയേഴ്സിന്റെ ഫ്ലോയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് അല്ലെ ഇലക്ട്രിക് ഫീൽഡ് സപ്പോർട്ട് ദ ഫ്ലോ ഓഫ് മൈനോറിറ്റി കാരിയേഴ്സ് തന്നെ നമ്മൾ ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയും ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് അപ്ലൈഡ് കറണ്ട് എന്തായിരിക്കും അപ്ലൈഡ് വോൾട്ടേജ് പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് വോൾട്ടേജ് ഡ്യൂ ടു കോൺസെൻട്രേഷൻ ഓഫ് എന്തായിരിക്കും കോൺസെൻട്രേഷൻ വേരിയേഷൻ മൂലം ഉണ്ടാകുന്ന കറണ്ട് നമ്മൾ എന്ന് പറയും ഡിഫ്യൂഷൻ കറണ്ട് നമ്മൾ പറയുന്നുണ്ട് സോ ഇതിന്റെ വാല്യൂസ് ഒന്നും വളരെ എന്തായിരിക്കും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടൊന്നും വരത്തില്ല ഓർത്ത് വയ്ക്കുക ഡ്രിഫ്റ്റ് കറണ്ട് ഈസ് ഡ്യൂ ടു ദ ഇലക്ട്രിക് ഫീൽഡ് ദ മൂവ്മെന്റ് ഓഫ് ദ കാരിയേഴ്സ് ഫ്രം എന്തായിരിക്കും N to P അല്ലെങ്കിൽ P to N എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ഇതിനാണ് നമ്മൾ ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ വേരിയേഷൻ മൂലമുള്ള കറണ്ട് നമ്മൾ എന്ന് പറയാൻ പറ്റും ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറയാൻ പറ്റും ആ പോയിന്റ് ഓർത്ത് വയ്ക്കാം അടുത്തത് എന്തായിരിക്കും മെറ്റീരിയൽ യൂസ്ഡ് ഫോർ LED ഇൻ ദ വിസിബിൾ സ്പെക്ട്രം ഹാസ് എ ബാൻഡ് ഗ്യാപ്പ് ഓഫ് എത്ര ആയിരിക്കും വരിക 2.5 ഇലക്ട്രോൺ വോൾട്ട് ഓർത്ത് വയ്ക്കുക 2.5 ഇലക്ട്രോൺ വോൾട്ട് material used for LED in the visible spectrum has a band gap of 2.5 electron volt ഓർത്ത് വയ്ക്കുക ഇതൊക്കെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റൻ ആണ് സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ് റിസൾട്ട് പോലെ പഠിച്ചു വെക്കുക പിന്നെന്താ LED 21st നോക്കിയേ LED is fabricated from എന്തായിരിക്കും വരിക നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ഒരു പോയിന്റ് ആണ് LED is fabricated from റിസൾട്ട് ആയിട്ട് ഓർത്ത് വയ്ക്കുക ഗാലിയം ആർസെനിക് ആണ് ആൻസർ 21A ആണ് ആൻസർ ഗാലിയം ആർസെനിക് ആയിരിക്കും വരിക അടുത്ത നമ്മൾ വീണ്ടും നമുക്കൊരു റിസൾട്ട് ആണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഓഫ് ഫുൾ വേവ് റെക്ടിഫയർ ഹാഫ് വേവ് റെക്ടിഫയർ അല്ലെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ VM ആണ് അല്ലെ VM ആണ് ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ എന്തായിരിക്കും വരിക പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഓഫ് ഫുൾ വേവ് റെക്ടിഫയർ ഇറ്റ് ഈസ് 2VM എന്ന് നമുക്ക് പറയാൻ പറ്റും 2VM അല്ലെ അപ്പം നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യമുണ്ട് എന്തായിരിക്കും നമുക്ക് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഇസ് ദ റിവേഴ്സ് വോൾട്ടേജ് ആണ് അല്ലെ ദ റിവേഴ്സ് വോൾട്ടേജ് ദാറ്റ് ദ ഡയോഡ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഇതിനാണ് നമ്മൾ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് ദാറ്റ് ദ ഡയോഡ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഇറ്റ് ഈസ് കാൾഡ് റിവേഴ്സ് ബയാസ്ഡ് കറണ്ട് റിവേഴ്സ് വോൾട്ടേജ് ഡയോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന റിവേഴ്സ് വോൾട്ടേജിനായിരിക്കും നമ്മൾ എന്ന് പറയുന്നത് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഹാഫ് വേവ് റെക്ടിഫയർ ആകുമ്പോഴത്തേക്ക് VM ആണ് ഫുൾ വേവ് റെക്ടിഫയർ ആകുമ്പോഴത്തേക്ക് 2VM ആയിരിക്കും വരിക കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ സെൻട്രൽ ടാപ്ഡ് ആണെങ്കിൽ അവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക അവിടെ ആ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ ആ ഡയോഡ് ഡയോഡ് എന്തായിരിക്കും അക്രോസ് വരുന്ന വോൾട്ടേജ് എത്ര ആയിരിക്കും വരിക 2 ടൈംസ് VM ആയിരിക്കും വരിക എന്ന് ഓർത്ത് വയ്ക്കുക
അടുത്തൊരു പോയിന്റ് ആണ് ഇംപ്രോപ്പർ ബയാസിങ്. ഇംപ്രോപ്പർ ബയാസിങ് ഓഫ് എ സർക്യൂട്ട് ലീഡ്സ് ടു ട്രാൻസിസ്റ്റർ സർക്യൂട്ട്സ് ലീഡ്സ് ടു ഡിസ്റ്റോർഷൻ ഓഫ് ദ ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിന് നമുക്ക് വ്യതിയാനം സംഭവിക്കുക, അല്ലെങ്കിൽ ഔട്ട്പുട്ടിന് പ്രോപ്പർ ഔട്ട്പുട്ട് ആയിരിക്കത്തില്ല. ഇംപ്രോപ്പർ ബയാസിങ്, നമുക്ക് ബയാസിങ് നമുക്ക് അടുത്ത ടോപ്പിക്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. നാല് തരത്തിലുള്ള ബയാസിങ് ആണ് നമുക്കുള്ളത്. അത് നമുക്ക് അതിന്റെ അറ്റ്ലീസ്റ്റ് നമുക്ക് അതിന്റെ പോയിന്റ്സ് എങ്കിലും നമുക്ക് ഓർത്ത് വയ്ക്കുക. അതിന്റെ സ്റ്റെബിലിറ്റി ഫാക്ടർ ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. സോ ആ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. സോ അതാണ്. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇംപ്രോപ്പർ ബയാസിങ് ഓഫ് ദ ട്രാൻസിസ്റ്റർ ലീഡ്സ് ടു എന്തായിരിക്കും? ഡിസ്റ്റോർഷൻ ഇൻ ദ ഔട്ട്പുട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഈക്വൽ ക്വാണ്ടിറ്റീസ് ഓഫ് ഫോസ്ഫറസ് ആൻഡ് ആന്റിമണി വെൻ ആഡഡ് ടു, നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ? ഈക്വൽ phosphorus and antimony when added to added as impurities will make a semiconductor. That means എന്തായിരിക്കും? സെമികണ്ടക്ടർ ഫോസ്ഫറസ് ആൻഡ് ആന്റിമണി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഇത് എൻ ടൈപ്പ് മെറ്റീരിയൽസ് ആണ് അല്ലെ? എൻ ടൈപ്പ് മെറ്റീരിയൽസ് അഥവാ എന്തായിരിക്കും വരിക? പെന്റാവാലന്റ് ടൈപ്പ് മെറ്റീരിയൽസ് ആണ് അല്ലെ? പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ്. എൻ ടൈപ്പ് മെറ്റീരിയൽസ് അല്ല, പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആണ്. സോറി, ഫോസ്ഫറസ് ആൻഡ് ആന്റിമണി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഇറ്റ് ഈസ് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആണ്. പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആണ്. അപ്പം പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് നമ്മൾ സെമി കണ്ടക്ടറിലേക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? എൻ ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടും അല്ലെ? എൻ ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടും നമുക്ക്. അപ്പം ആ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ പറയുമ്പോഴത്തേക്ക് എന്താ? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് എന്തായിരിക്കും? ഡോണർ ആയിരിക്കും അല്ലെ? കാര്യം അതിന്റെ വാലൻസ് ഇലക്ട്രോൺസിനകത്ത് വാലൻസിൽ എത്ര ഉണ്ടാവും? 5 ഇലക്ട്രോൺസ് വരും അല്ലെ? അപ്പം സെമി കണ്ടക്ടറിന്റെ വാലൻസിൽ 4 ഉണ്ട്, 5 വരുന്നുണ്ട്. അപ്പൊ 4 ഡൊണേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? പിന്നെന്താ? ഒരു ഫ്രീ ഇലക്ട്രോൺസ് നമുക്ക് കിട്ടും. therefore it is called ഡോണർ എന്ന് പറയുന്നത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബേസ് റീജിയൻ ഓഫ് എ ട്രാൻസിസ്റ്റർ ഈസ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എന്തായിരിക്കും വരിക? നമ്മൾ എക്സാമ്പിൾ സഹിതം നമ്മൾ ലാസ്റ്റ് ക്ലാസ് നോക്കിയിട്ടായിരുന്നു. എന്തായിരിക്കും വരിക? ബേസ് റീജിയൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ഹാവിംഗ് ലോ തിക്നെസ് ആൻഡ് ഹൈ ലൈറ്റ്ലി ഡോപ്ഡ് ആണ് അല്ലെ? കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു എൻ പി എൻ ട്രാൻസിസ്റ്റർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ബേസിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെ ആയിരിക്കും? അല്ലെങ്കിൽ ബേസിന് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതായിരിക്കും വരിക? ലെസ് ക്രോസ് സെക്ഷണൽ, വെരി തിൻ ആയിരിക്കും. പിന്നെന്തായിരിക്കും? വെരി തിൻ ആൻഡ് ലൈറ്റ്ലി ഡോപ്ഡ് അല്ലെ? ബേസ് ഈസ് ലൈറ്റ്ലി ഡോപ്ഡ്. എന്തായിരിക്കും? ബേസ് ആണെങ്കിൽ അല്ലെ? എമിറ്റർ ആണെങ്കിൽ എന്തായിരിക്കും വരിക? ഹെവിലി ഡോപ്ഡ് ആയിരിക്കും എമിറ്റർ എന്ന് പറയുന്നത്. ഹെവിലി ഡോപ്ഡ്, ഇറ്റ് ഈസ് എമിറ്റർ. മോഡറേറ്റ്ലി ഡോപ്ഡ് പ്ലസ് ഹൈ ക്രോസ് സെക്ഷൻ ഏരിയ ആർക്കായിരിക്കും? കളക്ടർ അല്ലേ? സോ ഇത് എമിറ്റർ ആണ്, ഇത് ബേസ് ആണ്, ഇത് കളക്ടർ ആണ്. അപ്പൊ എന്തായിരിക്കും വരിക? ലോ തിക്നെസ് ആയിരിക്കും. ബേസിസ് മാനുഫാക്ചർഡ് വിത്ത് ലോ തിക്നെസ് ആൻഡ് ലൈറ്റ്ലി ഡോപ്ഡ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തിനായിരിക്കും വരിക? ലോ തിക്നെസ് ലൈറ്റ്ലി ഡോപ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? റീകോമ്പിനേഷൻ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്തായിരിക്കും വരിക? ലോ തിക്നെസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഏർലി എഫക്റ്റീവ് വന്ന ശേഷം റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ കളക്ടർ ബേസ് സെക്ഷൻ റിവേഴ്സ് ബയാസ്ഡ് ആകുമ്പോഴത്തേക്ക് എന്താ? ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും. ആ ഡിപ്ലീഷൻ റീജിയൻ ഇറ്റ് വിൽ പെനിട്രേറ്റ് ടുവേർഡ്സ് എ ബേസ് റീജിയൻ. അലപരമായിട്ട് എന്താ? ബേസ് വിട്ട് കുറയുന്നുണ്ട്. ആ എഫക്ട് നമ്മൾ ഏർലി എഫക്ട് എന്ന് പറയുന്നുണ്ട്. അവിടത്തേക്ക് അങ്ങനെ ഡിപ്ലീഷൻ റീജിയൻ ബേസിലേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ഇതിനെ എന്തായിരിക്കും? ലൈറ്റ്ലി വെരി തിൻ ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അല്ലെ? അപ്പം ബേസിൽ ഡിപ്ലീഷൻ റീജിയൻ പെനിട്രേറ്റ് ചെയ്യുന്ന വഴി എന്തായിരിക്കും? റീകോമ്പിനേഷൻ അളവ് കുറയുകയും അതിനഫലമായിട്ട് എന്തായിരിക്കും? എമിറ്റർ കറണ്ട് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു കളക്ടർ കറണ്ട് എന്ന് പറയുന്നത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ അത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ എന്തായിരിക്കും വരിക? ദി ബേസ് ഓഫ് എ ട്രാൻസിസ്റ്റർ ഈസ് മാനുഫാക്ചർഡ് വിത്ത് ലോ തിക്നെസ് ആൻഡ് ലൈറ്റ്ലി ഡോപ്ഡ് എന്ന് ഓർത്ത് വയ്ക്കുക. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കി. അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ ഡിപ്പെൻഡ്സ് ഓൺ ദ ഫിനോമിന ഓഫ്. അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ ഡിപ്പെൻഡ്സ് ഓൺ ദ ഫിനോമിന ഓഫ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് കൊളീഷൻ ആണ്. ഓർത്ത് വയ്ക്കുക. അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ ഡിപ്പെൻഡ്സ് ഓൺ ദ ഫിനോമിന ഓഫ് കൊളീഷൻ. ഫോർബിഡൻ എനർജി ഗ്യാപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫോർബിഡൻ എനർജി ഗ്യാപ്പ് പ്യുവർ കണ്ടക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ബിക്കോസ് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും കൂടെ എന്തായിരിക്കും വരിക? കണ്ടക്ടർ ആണെങ്കിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും കൂടി ഓവർലാപ്പിംഗ് ആണ് അല്ലെ? വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ 15 ഇലക്ട്രോൺ വോൾട്ടിന്റെ ഡിസ്റ്റൻസ് ആണെങ്കിൽ എന്തായിരിക്കും? ഇൻസുലേറ്റർ ആയിരിക്കും. വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ എന്തായിരിക്കും വരിക? വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ 1 ഇലക്ട്രോൺ വോൾട്ടിന്റെ ഗ്യാപ്പ് ആണെങ്കിൽ അല്ലെ? 1 ഇലക്ട്രോൺ വോൾട്ടിന്റെ ഗ്യാപ്പ് ആണെങ്കിൽ എന്തായിരിക്കും? സെമി കണ്ടക്ടർ ആയിരിക്കും. therefore
പ്യൂർ കണ്ടക്ടർ ആണെങ്കിൽ ഇതായിരിക്കും there is no gap, therefore 0 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും നമ്മുടെ ആൻസർ, അല്ലെങ്കിൽ 0 EV ആയിരിക്കും നമ്മുടെ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. അറ്റ് അബ്സല്യൂട്ട് സീറോ സിലിക്കൺ ആക്ട് as a, അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അറ്റ് അബ്സല്യൂട്ട് സീറോ അല്ലെ, അറ്റ് അബ്സല്യൂട്ട് സീറോ എന്തായിരിക്കും വരിക? സെമി കണ്ടക്ടർ എന്തായിരിക്കും സെമി കണ്ടക്ടർ ബിഹേവ്സ് ലൈക്ക് ഇൻസുലേറ്റർ ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത് അല്ലെ, ഇൻസുലേറ്റർ. എബവ് അബ്സല്യൂട്ട് സീറോ അല്ലെ, എബവ് അബ്സല്യൂട്ട് സീറോ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? അതിന്റെ കൊവലന്റ് ബോണ്ട് ബ്രേക്ക് ആവുകയും അല്ലെ, കൊവലന്റ് ബോണ്ട് ബ്രേക്സ് ആൻഡ് ഫ്രീ ഇലക്ട്രോൺസ് ആർ ജനറേറ്റഡ്, പിന്നെ എന്ത് ചെയ്യും? പിന്നെ കണ്ടക്ഷൻ സഹായിക്കും, ആർ ജനറേറ്റഡ് അല്ലെ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും അറ്റ് അബ്സല്യൂട്ട് സീറോ സിലിക്കൺ അല്ലെങ്കിൽ സെമി കണ്ടക്ടർ ബിഹേവ്സ് ലൈക്ക് ഇൻസുലേറ്റർ നമുക്ക് പറയാൻ പറ്റും. ഈ പോയിന്റ് ഓർത്ത് വയ്ക്കാം. The expected energy of the electrons at absolute zero. Absolute zero എന്തായിരിക്കും? ഇലക്ട്രോൺ എക്സർട്ട് ചെയ്യുന്ന എനർജിയുടെ വാല്യൂ എത്ര? എനർജിക്ക് പറഞ്ഞ പേരാണ് ഫെർമി എനർജി എന്ന് പറയുന്നത്. ഇറ്റ്സ് നത്തിങ് ബട്ട് the energy of the electrons at absolute zero നമ്മൾ ഫെർമി എനർജി എന്ന് പറയും. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 50% ആയിരിക്കും. അതിന്റെ വാല്യൂ നമ്മൾ ഓർത്ത് വയ്ക്കാം. ഇറ്റ്സ് വാല്യൂ ഇസ് 50% എന്ന് ഓർത്ത് വയ്ക്കാം. Potential barrier developed in a junction diode opposes. Potential barrier നമുക്കറിയാം, നമ്മൾ ഡയോഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ സിലിക്കൺ ആണെങ്കിൽ ജർമ്മനി ആണെങ്കിൽ എപ്പോഴാണോ അതിന്റെ ബാരിയർ പൊട്ടൻഷ്യൽ അല്ലെ, ഇത് ഇങ്ങനല്ലേ വരുന്നത്? ദാറ്റ് മീൻസ് ഫോർവേഡ് ക്യാരി ആണെങ്കിൽ എപ്പോഴാണോ അതിന്റെ ബാരിയർ പൊട്ടൻഷ്യൽ ആയ 0.7 വോൾട്ട് ഓവർകം ചെയ്യുന്നത്, ആ സമയത്ത് മാത്രമേ എന്ത് പറ്റത്തുള്ളൂ? കണ്ടക്ഷൻ സഹായിക്കത്തുള്ളൂ. അപ്പോൾ പൊട്ടൻഷ്യൽ ബാരിയർ ജംഗ്ഷൻ ഡയോഡ് ഒപ്പോസസ് ഈ ഒരു ഇത്രയും ഭാഗത്ത്, ഇതാണ് നമ്മുടെ ബാരിയർ എന്ന് പറയുന്നത് അല്ലെ, ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0.7 വോൾട്ട് വരെ. ഈ ബാരിയർ പൊട്ടൻഷ്യൽ ഇത്രയും ഭാഗത്ത് ആരായിരിക്കും ഒപ്പോസ് ചെയ്യുന്നത്? ദാറ്റ് ഒപ്പോസ് ദ മെജോറിറ്റി കാരിയേഴ്സ് ആയിരിക്കും ഒപ്പോസ് ചെയ്യുന്നത്, ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ ദ ഫോർവേഡ് ഡയറക്ഷൻ അല്ലെ. ഫോർ ആൻസർ ഈസ് മെജോറിറ്റി കാരിയേഴ്സ് ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. When the temperature of an insulator is increased, its resistance അതായിരിക്കും വരിക. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇൻസുലേറ്റർ പറയുമ്പോഴത്തേക്ക് ഇൻസുലേറ്റർ ഈസ് ഹാവിംഗ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഇൻസുലേറ്ററിനും സെമി കണ്ടക്ടറിനും നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? റെസിസ്റ്റൻസ് വിൽ ഡിക്രീസ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ the hole in a semiconductor, it is nothing but എന്തായിരിക്കും? പോസിറ്റീവ്ലി എല്ലാവരും എഴുതി വെക്കുക, നമ്മൾ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ എന്നായിരിക്കും എഴുതി വെക്കുക. പക്ഷെ ഒരിക്കലും അല്ല അങ്ങനെ. അവന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയാൻ എന്തായിരിക്കും വരിക? ഡി ആണ്, ദ വേക്കൻസി ഓഫ് ആൻ ഇലക്ട്രോൺ. ഇതിനാണ് നമ്മൾ ഹോൾസ് എന്ന് നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ വേക്കൻസി ഓഫ് ആൻ ഇലക്ട്രോൺ നമുക്ക് ഓർത്ത് വെക്കുക. പിന്നെ PN ജംഗ്ഷൻ ഈസ് ഫോർവേഡ് ബയാസ്, ദ ഫ്ലോ ഓഫ് കറന്റ് അക്രോസ് ജംഗ്ഷൻ ഈസ് മെയിൻലി ഡ്യൂ ടു, നമ്മൾ പറഞ്ഞു ഡ്രിഫ്റ്റ്. ഫോർവേഡ് ബയാസ് എന്ന് പറയുമ്പോഴത്തേക്ക് ദാറ്റ് മീൻസ് എന്താണ്ടാവും? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും അല്ലെ. ദാറ്റ് മീൻസ് വി ആർ ഗിവിംഗ് ദ പവർ സപ്ലൈ അല്ലെങ്കിൽ വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് പരമായിട്ട് കിട്ടും? ഡ്രിഫ്റ്റ് കറന്റ് ഉണ്ടാവും. പിന്നെ എന്തായിരിക്കും വരിക? PN ജംഗ്ഷൻ ആണ്. ബിക്കോസ് ഓഫ് ദ കോൺസെൻട്രേഷൻ വേരിയേഷൻ വി വിൽ ഗെറ്റ് ദ ഡിഫ്യൂഷൻ കറന്റ്. Therefore when a PN junction is forward biased, the flow of current in this junction is due to എന്തായിരിക്കും? both drift and diffusion current എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത നോക്കിയേ, ഇൻ സെമി കണ്ടക്ടർ ദ മൊബിലിറ്റി ഈസ് ഗ്രേറ്റർ ഫോർ. In a semiconductor the mobility is greater for electrons ആണ്, ബിക്കോസ് ഇലക്ട്രോൺസും ഹോൾസും ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും വരിക? ഹോൾസിന് എന്തായിരിക്കും? ഇലക്ട്രോൺസ് ലൈറ്റ് വെയിറ്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും? ഇത് ഒരു ആറ്റം ആണെങ്കിൽ എന്തായിരിക്കും വരിക? ഈ പോസിറ്റീവ്ലി ചാർജ് ന്യൂക്ലിയസ് അല്ലെ, ഒരു പോസിറ്റീവ്ലി ചാർജ് ന്യൂക്ലിയസ് ആണ്. ഇലക്ട്രോൺസ് എന്തായിരിക്കും? ഇലക്ട്രോൺസ് ഔട്ടർ ഷെല്ലിൽ അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോൺസ് എന്തുണ്ട്? ആ വാലൻസ് ഷെല്ലിൽ ഇലക്ട്രോൺസിന്റെ അവൈലബിലിറ്റി ഉണ്ട്. അപ്പൊ എന്തായിരിക്കും വരിക? കണ്ടക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? മൊബിലിറ്റി ഈസ് ഗ്രേറ്റർ ഫോർ ആർക്കായിരിക്കും? ഇലക്ട്രോൺസിനായിരിക്കും കൂടുതൽ നമുക്ക് പറയാൻ പറ്റും ആസ് കമ്പയർഡ് ടു ഹോൾസ്, ബിക്കോസ് ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദ ആറ്റം, അറൌണ്ട് ദ ന്യൂക്ലിയസ് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പം നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും? അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്ത് വയ്ക്കുക എന്തായിരിക്കും? ഇലക്ട്രോൺസും ഹോൾസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് ഈസ് ലൈറ്റ് വെയിറ്റ് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ആ ഒരു പോയിന്റ് വെച്ചിട്ട് ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇലക്ട്രോണിന്റെ വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? 9 point, the weight of an electron is 9.11 into 10 raised to minus 31 kilogram അല്ലെ. 9.11 into 10 raised to minus 31 kilogram ആയിരിക്കും വെയിറ്റ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ആ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം ഫോർ ദ നോർമൽ വർക്കിംഗ് ഓഫ് എ ട്രാൻസിസ്റ്റർ നോർമൽ വർക്കിങ്ങിന് എന്തായിരിക്കും വരിക? എമിറ്റർ ബേസ് ജംഗ്ഷൻ ഈസ് ഫോർവേഡ് ബയാസ്ഡ് അല്ലെ.
emitter based junction is forward biased and collector based junction is reverse biased. Region എന്തായിരിക്കും വരിക? Region is nothing but active region ആയിരിക്കും. Application എന്തായിരിക്കും വരിക? It will work as an amplifier അല്ലേ? So ഇത് എപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാമിന് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോൾ കുറച്ച് മുന്നേ നമ്മൾ കണ്ടിരുന്ന ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്തായിരിക്കും വരിക? ഫോർ നോർമൽ വർക്കിംഗ് ഓഫ് എ ട്രാൻസിസ്റ്റർ emitter based junction is forward biased and collector based junction is reverse biased എന്ന് ഓർത്ത് വെക്കാം. Okay. In a PNP circuit, the collector current is 10 milliamps. IC is equal to collector current IC is equal to 10 milliamps. If 90% of the electrons emitted reach the collector, 90% of the other means 90% of the electrons emitted reach the collector. അങ്ങപ്പോഴാണ് നമുക്ക് 10 milliamps കിട്ടിയിരിക്കുന്നത് അല്ലേ? നമുക്കറിയാം emitter current is equal to, അങ്ങനെയാണെങ്കിൽ emitter current വാല്യൂ ചോദിച്ചിരിക്കുന്നത് emitter current is equal to base current plus collector current ആണ്. That is equal to, അങ്ങനെ വെച്ച് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും എന്തായിരിക്കും? കളക്ടർ കറണ്ട് പ്ലസ് 9 ആൾറെഡി നമുക്കുണ്ട് അല്ലേ? പിന്നെ ഓപ്ഷൻസ് വഴി വെച്ച് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും വരിക? therefore emitter current I is equal to base current എന്തായിരിക്കും വരിക? സംതിങ് എക്സ് ക്വാണ്ടിറ്റി പ്ലസ് 9 എന്ന് നമുക്ക് പറയാൻ പറ്റും. therefore നമുക്കിപ്പോൾ നോക്കി ഈ ഒരു ഓപ്ഷൻ വെച്ച് നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും? emitter current will be 9 milliamps അല്ല. കാര്യം എന്തായിരിക്കും വരിക? കളക്ടർ കറണ്ട് emitter current ഒരിക്കലും ഈക്വൽ ആവത്തില്ല. കാര്യം എന്താ? അവിടെ ഒരു ബേസ് കറണ്ട് ഉണ്ട്, IB ഉണ്ട് അല്ലേ? അപ്പൊ എന്തായാലും അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി above 9 milliamps, sorry, above 10 milliamps. അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റും? ഇറ്റ് ഈസ് 11 milliamps പറയാൻ പറ്റും. therefore 36B ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. emitter will be 11 milliamps എന്ന് പറയും. In a PN junction unbiased, അപ്പം ഈ ഒരു കണ്ടീഷൻ ഓർത്ത് അൺബയാസ്ഡ് ആണെങ്കിൽ എന്തായിരിക്കും വരിക? ഹൈ പൊട്ടൻഷ്യൽ ആയിട്ട് എൻ സൈഡും, PN ജംഗ്ഷൻ ആണെങ്കിൽ എൻ സൈഡിൽ ഹൈ പൊട്ടൻഷ്യലും ആൻഡ് ലോ പൊട്ടൻഷ്യൽ ആയിട്ട് പി സൈഡ് എന്നും ഓർത്ത് വയ്ക്കുക. അങ്ങനെ ഉണ്ടാവുന്ന അൺബയാസ്ഡ് കണ്ടീഷൻ അല്ലെങ്കിൽ അൺബയാസ്ഡ് PN ജംഗ്ഷന്റെ ഡിപ്ലീഷൻ റീജിയന്റെ വിട്ട് ഓർത്ത് വയ്ക്കുക. ഡിപ്ലീഷൻ റീജിയന്റെ തിക്നെസ് ഓഫ് അൺബയാസ്ഡ് PN ജംഗ്ഷൻ. അൺബയാസ്ഡ് PN junction is 0.5 micrometer. 0.5 micrometer. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഈ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. അൺബയാസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹൈ പൊട്ടൻഷ്യൽ ആയിട്ട് എൻ സൈഡ് ആൻഡ് ലോ പൊട്ടൻഷ്യൽ ആയിട്ട് പി സൈഡ്. ദ ബേസ് ഓഫ് എ ട്രാൻസിസ്റ്റർ ഈസ് മെയ്ഡ് തിൻ. എന്തായിരിക്കും നമ്മൾ പഠിച്ചിട്ടുള്ള റീകോമ്പിനേഷൻ ലെവൽ കുറയ്ക്കാൻ വേണ്ടി? അപ്പൊ എന്തായിരിക്കും കാര്യം? നമുക്കറിയാം എമിറ്ററിനുള്ള കംപ്ലീറ്റ് കറണ്ടും എന്ത് വേണം? നമ്മൾ എമിറ്റർ കറണ്ട് ഷുഡ് ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു കളക്ടർ കറണ്ട് ആയിരിക്കണം. അപ്പൊ നമുക്ക് ഈ ബേസിൽ എന്തുണ്ടാവരുത്? ബേസിൽ റീകോമ്പിനേഷൻ അളവ് കുറവായിരിക്കണം. അപ്പൊ ദാറ്റ് മീൻസ് ഇൻ ഓർഡർ ടു ഡിക്രീസ് ദ ബേസ് കറണ്ട് എന്തായിരിക്കും വരിക? ദ ബേസ് ഈസ് മെയ്ഡ് വെരി തിൻ ആൻഡ് ലൈറ്റ്ലി ഡോപ്ഡ് അല്ലേ? അടുത്തെന്തായിരിക്കും വരിക? റിപ്പിൾ ഫാക്ടർ ഇക്വേഷൻ എന്തായിരിക്കും? RMS വാല്യൂ ഡിവൈഡ് ബൈ DC വാല്യൂ ആണ് നമ്മൾ റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത്. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് IRMS ഡിവൈഡ് ബൈ IDC the whole square minus 1. So ഇതാണ് റിപ്പിൾ ഫാക്ടറിന്റെ ഇക്വേഷൻ. സ്ക്വയർ റൂട്ട് ഓഫ് RMS വാല്യൂ ഡിവൈഡ് ബൈ DC വാല്യൂ നമുക്ക് എന്ത് കിട്ടും? റിപ്പിൾ ഫാക്ടർ നമുക്ക് പറയാൻ പറ്റും. പിന്നെ when both the junctions are operated, when with both the junctions reverse biased ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? the emitter based junction reverse biased ആണ്, collector based junction reverse biased ആണ്. therefore transistor will behave like a ട്രാൻസിസ്റ്റർ റീജിയൻ എന്തായിരിക്കും വരിക? കട്ട് ഓഫ് റീജിയൻ ആണ്. ബിഹേവ്സ് ലൈക്ക് ഓപ്പൺ സ്വിച്ച് എന്ന് പറയാൻ പറ്റും അല്ലെ? അല്ലെങ്കിൽ നമുക്ക് ഒരു PNP ട്രാൻസിസ്റ്റർ എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? PNP ട്രാൻസിസ്റ്റർ ആണെങ്കിൽ ഇതൊരു PN ജംഗ്ഷൻ ആണ്. ഇതൊരു PN ജംഗ്ഷൻ, ഇത് രണ്ട് ജംഗ്ഷൻ ഉണ്ട് അല്ലെ? J1 ഉം J2. എന്താ P എന്ന് പറയുമ്പോഴത്തേക്ക് ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് കാണിച്ചു, എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഡയോഡ് ഈ രൂപത്തിൽ കാണിച്ചു. ദാറ്റ് മീൻസ് രണ്ട് ഡയോഡ് ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എന്തായിരിക്കും ഒരു PNP ട്രാൻസിസ്റ്റർ പറയാൻ പറ്റും. ഇത് എമിറ്റർ ബേസ് ജംഗ്ഷൻ അല്ലെ? ഇത് റിവേഴ്സ് ബയാസ്ഡ്, ഇതും റിവേഴ്സ് ബയാസ്ഡ് ആകുമ്പോഴത്തേക്ക് എന്താ? രണ്ട് റിവേഴ്സ് ബയാസ്ഡ് ആകുമ്പോഴത്തേക്ക് ഈ രണ്ട് ഡയോഡ് എന്ത് ചെയ്യില്ല? കണ്ടക്ട് ചെയ്യില്ല. therefore it will behave like a ഓപ്പൺ സ്വിച്ച് എന്ന് പറയാൻ പറ്റും. ഈ റീജിയൻ ഓഫ് ഓപ്പറേഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്? കട്ട് ഓഫ് റീജിയൻ ആണ്. സോ കണ്ടീഷൻ എന്തായിരിക്കണം? റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ ആണെങ്കിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതൊരു പ്രോബ്ലം ആണ്. A diode with an internal resistance of 10 ohm is used as a rectifier to supply to a 500 ohm load and to a load from a 220 volt supply. Calculate the peak value of current, DC load current, RMS load current, DC voltage and total power input. അതാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്.
അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ നോക്കി എ ഡയോഡ് എന്നാ പറയുന്നത്. അപ്പൊ എത്ര ഒരു ഡയോഡേ ഉള്ളൂ. therefore നമ്മൾ എന്ത് മതി, എ ഡയോഡ് ഈസ് യൂസ് ആസ് എ റെക്ടിഫയർ. therefore it is nothing but a ഹാഫ് വേവ് റെക്ടിഫയർ ആണ് അല്ലേ. അപ്പൊ അത് മനസ്സിലാക്കുക, ഹാഫ് വേവ് റെക്ടിഫയർ ആണ്. കാര്യം എന്താ, ഒരു ഡയോഡ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അല്ലേ. therefore it is a ഹാഫ് വേവ് റെക്ടിഫയർ. അപ്പൊ ഇങ്ങനെ ആയിരിക്കും നമ്മളുടെ സർക്യൂട്ട് വരുന്നത്. നമ്മുടെ സപ്ലൈ വോൾട്ടേജ് നമുക്ക് എന്ത് ലോഡ് റെസിസ്റ്റൻസ് RL എന്ന് പറയും. ഇത് RL ഈസ് ഈക്വൽ ടു എത്ര വന്നിട്ടുണ്ട്, RL ഈസ് ഈക്വൽ ടു 500 ഓം തന്നിട്ടുണ്ട്. 500 ഓം. പിന്നെ എന്താ തന്നിരിക്കുന്നത്, ഡയോഡിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് അല്ലെ RF, അല്ലെങ്കിൽ ഡയോഡിന്റെ ഫോർവേഡ് റെസിസ്റ്റൻസ് RF ഈസ് ഈക്വൽ ടു 10 ഓം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് മാക്സ് ദ പീക്ക് വാല്യൂ ഓഫ് കറണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ IM ആണ് കണ്ടുപിടിക്കുന്നത് അല്ലെ. IM ഈസ് ഈക്വൽ ടു ഇത് വോൾട്ടേജ് V ആണെങ്കിൽ അല്ലെ, ഈസ് ഈക്വൽ ടു VM ഡിവൈഡ് ബൈ എന്തായിരിക്കും, RL പ്ലസ് RF ആണ്. RL പ്ലസ് RF ആണ് അല്ലെ. നമുക്ക് തന്നിരിക്കുന്നത് എന്തായിരിക്കും വരിക, 220 വോൾട്ട് എന്ന് പറയുമ്പോൾ RMS വാല്യൂ ആണ് അല്ലെ. അപ്പൊ VRMS തന്നിട്ടുണ്ട്, തന്നിരിക്കുന്ന VRMS ആയതുകൊണ്ട് 220 വോൾട്ട്. VRMS ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക, VM ബൈ √2 ആണ്. therefore that is equal to VM is equal to √2 into VRMS എഴുതാൻ പറ്റും അല്ലെ. √2 into VRMS. therefore that is equal to √2 into VRMS എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, 220 അല്ലെ. 220 ഡിവൈഡ് ബൈ RL എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും വരിക, RL 500 പ്ലസ് RF 10, that is equal to 600 വരും. that is equal to 0.61 amps എന്ന് വരും. അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ഇതായിരിക്കും വരിക. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പീക്ക് വാല്യൂ ഓഫ് കറണ്ട് അല്ലെ. പീക്ക് വാല്യൂ ഓഫ് കറണ്ട് നമ്മളിപ്പോ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് IM. അടുത്തത് വെച്ചിരിക്കുന്നത് ലോഡ് കറണ്ട് ചോദിച്ചിട്ടുണ്ട് അല്ലെ. IDC. ലോഡ് കറണ്ട് മീൻസ് നമ്മൾ DC കറണ്ട് അല്ലെ, IDC. അപ്പൊ എന്തായിരിക്കും വരിക, അടുത്തത് ലോഡ് കറണ്ട് കണ്ടുപിടിക്കണം. ലോഡ് കറണ്ട് IDC എന്ന് പറയുമ്പോഴത്തേക്ക് ഹാഫ് വേവ് റെക്ടിഫയർ ആകുമ്പോഴത്തേക്ക് എന്താ, IDC is equal to IM by pi ആണ് അല്ലെ. IDC is equal to IM by pi ആണ്. IM നമുക്ക് എത്ര 0.61 ആംസ് കിട്ടി അല്ലെ. that is equal to 0.61 ഡിവൈഡ് ബൈ പൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 0.19 ആംസ് കിട്ടും. അടുത്ത എന്തായിരിക്കും തന്നിരിക്കുന്നത്, RMS ലോഡ് കറണ്ട് അല്ലെ. IRMS is equal to IM by 2 ആണ്. RMS ഓഫ് ദി ലോഡ് കറണ്ട് IRMS ഹാഫ് വേവ് റെക്ടിഫയർ ആകുമ്പോഴത്തേക്ക് IRMS is equal to IM by 2 ആണ് അല്ലെ. IRMS is equal to IM by 2. therefore that is equal to 0.61 divided by 2, that is equal to 0.305 amps വരും. 0.305 amps എന്ന് കിട്ടും. പിന്നെ എന്താ ചോദിച്ചിരിക്കുന്നത്, ലോഡ് കറണ്ട് കിട്ടി, RMS DC ലോഡ് കറണ്ട് കിട്ടി, RMS ലോഡ് കറണ്ട്. പിന്നെ എന്തായിരിക്കും വരിക, ഡയോഡ് വോൾട്ടേജ് അല്ലെ. ഡയോഡ് വോൾട്ടേജ് പറയുമ്പോഴത്തേക്ക് എന്താ, ഹാഫ് വേവ് റെക്ടിഫയർ ആകുമ്പോഴത്തേക്ക് VDC is equal to VM by pi അല്ലെ. VDC is equal to VM by pi. ഹാഫ് വേവ് ഞാൻ ഇതിന്റെ ടേബിൾ അല്ല, ഇക്വേഷൻസ് എല്ലാം നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. VM എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, IM into RL ഡിവൈഡ് ബൈ പൈ. IM എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് 0.61 into RL എന്ന് പറയുമ്പോഴത്തേക്ക് 500 അല്ലെ. 500 ഡിവൈഡ് ബൈ പൈ, ദാറ്റ് ഈസ് ഈക്വൽ ടു ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 97.1 വോൾട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അടുത്തെന്താ, പവർ ഡെലിവേർഡ്. പവർ ഡെലിവേർഡ് ഇക്വേഷൻ എന്താ, പവർ ഡെലിവേർഡ് ഈസ് ഈക്വൽ ടു VRMS into IRMS. VRMS into IRMS, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര ആയിരിക്കും വരിക, VRMS 220 ആണ്. IRMS എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വരിക, 0.305, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും, 67.1 വാട്ട്സ്. അപ്പൊ നമ്മൾ ഇതെല്ലാം ജസ്റ്റ് നമ്മൾ പാർട്ട് 1 പഠിച്ചിട്ടുള്ള ഇക്വേഷന്റെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഞാൻ വേറെ ഒന്നും ഞാനത് ചെയ്തിട്ടില്ല. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയർ ആകുമ്പോഴത്തേക്ക് എന്താ, ലോഡ് കറണ്ടിന്റെ ഇക്വേഷൻ എന്താ, DC ലോഡ് കറണ്ട് IDC is equal to IM by pi എന്നാണ്. RMS എന്തായിരിക്കും വരിക, IM by 2 ആണ്. VDC എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, VM by pi ആണ്. പവർ ഡെലിവേർഡ് ഈസ് ഈക്വൽ ടു VRMS into IRMS ആണ് അല്ലെ. ഇനി ഈ സെയിം തന്നെ എന്തായിരിക്കും വരിക, ഹാഫ് വേവ് ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ എന്തായിരിക്കും വരിക, ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ IDC എന്ന് പറയുമ്പോഴത്തേക്ക് IDC is equal to ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ IDC എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, 2IM by pi എന്ന് വരും അല്ലെ. 2IM by pi എന്ന് വരും. പിന്നെ എന്തായിരിക്കും വരിക, IRMS എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, IRMS is equal to IM by √2 ആണ് അല്ലെ. IM by √2 ആണ്. പിന്നെ എന്തായിരിക്കും വരിക, VDC എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, VDC is equal to 2VM by pi ആണ് അല്ലെ. ഏതായിരിക്കും, ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ.
അത് ഈ ഒരു ഇക്വേഷൻ മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻസ് കമ്പയർ ചെയ്ത് പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒരെണ്ണം പഠിക്കുക, അതിന് ആയിട്ട് റിലേറ്റ് ചെയ്ത് ബാക്കിയുള്ളത് നോക്കാം. ഓക്കെ, സോ ഇത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സെനർ ഡയോഡ് ആണ്. സെനർ ഡയോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും നമുക്കറിയാം, എന്തായിരിക്കും ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ വോൾട്ടേജ് സ്റ്റെബിലൈസേഷൻ സർക്യൂട്ട് ടു ഗെറ്റ് ദ കോൺസ്റ്റന്റ് വോൾട്ടേജ്, അല്ലെങ്കിൽ വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് കോൺസ്റ്റന്റ് വോൾട്ടേജ് കിട്ടാൻ വേണ്ടിയിട്ട് വോൾട്ടേജ് സ്റ്റെബിലൈസേഷൻ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ഡയോഡിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ ഇതായിരിക്കും സെനർ ഡയോഡ് എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കുക, ഫസ്റ്റിൽ പോയിന്റ് ഇതായിരിക്കും വരിക, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ വോൾട്ടേജ് സ്റ്റെബിലൈസേഷൻ സർക്യൂട്ട്. ഫസ്റ്റ് പോയിന്റ്, so first point എന്ന് പറയുന്നത് it is used in the voltage stabilization circuit. It is used in the voltage stabilization circuit. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. വോൾട്ടേജ് സ്റ്റെബിലൈസേഷൻ സർക്യൂട്ട് ഉപയോഗിക്കുന്ന ഡയോഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക, സെനർ ഡയോഡാണ് ഓർത്ത് വയ്ക്കുക. രണ്ടാമത്തെ പോയിന്റ്, സെനർ ഡയോഡ് ബന്ധപ്പെട്ട രണ്ടാമത്തെ പോയിന്റ്, ഈ സെനർ ഡയോഡ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഓർഡിനറി ക്രിസ്റ്റൽ ഡയോഡ്. ഒരു ഓർഡിനറി ഡയോഡ് ആയിരിക്കും വിത്ത് പ്രോപ്പർലി ഡോപ്ഡ്. ഓർഡിനറി ക്രിസ്റ്റൽ സെനർ ഡയോഡ് ഇസ് നത്തിങ് ബട്ട് എ ഓർഡിനറി ക്രിസ്റ്റൽ ഡയോഡ് വിത്ത് പ്രോപ്പർലി ഡോപ്ഡ്. ഡോപ്ഡ് മീൻസ് എന്തായിരിക്കും വരിക, ആഡിങ് ഓഫ് ഇമ്പ്യൂരിറ്റീസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സെനർ ഡയോഡ് ഡോപ്പിംഗ് നമ്മൾ പറയുന്നത്. അപ്പം ഇതിന് നമ്മൾ വിത്ത് പ്രോപ്പർലി ഡോപ്ഡ് കേട്ടോ, പ്രോപ്പർലി ഡോപ്ഡ്. അപ്പം ഈ ഡോപ്പിംഗ് ലെവൽ കൂടുതലാണെങ്കിൽ, ഹെവിലി ഡോപ്ഡ് ആണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റും, ഇറ്റ്സ് ഹെവിലി ഡോപ്ഡ്. ഇഫ് ദ സെനർ ഡയോഡ് പറഞ്ഞാൽ ഹെവിലി ഡോപ്ഡ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇറ്റ്സ് നീ വോൾട്ടേജ് റെഡ്യൂസസ്. അല്ലെങ്കിൽ കണ്ടക്ഷൻ ചെയ്യാനുള്ള ടൈം എന്ത് ചെയ്യുന്നുണ്ട്, വോൾട്ടേജ് എന്തായിരിക്കും, വോൾട്ടേജ് കുറവായിരിക്കും, വളരെ പെട്ടെന്ന് തന്നെ കണ്ടക്ഷനിലേക്ക് എത്തിച്ചേരും. അല്ലെങ്കിൽ എന്തായിരിക്കും, ലൈറ്റ്ലി ഡോപ്ഡ് ആണെങ്കിൽ എന്തായിരിക്കും വരിക, ലൈറ്റ്ലി ഡോപ്ഡ് ആണെങ്കിൽ എന്തായിരിക്കും, നീ വോൾട്ടേജ് ഇൻക്രീസ് നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് വിൽ ടേക്ക് മോർ വോൾട്ടേജ് ടു ഗെറ്റ് ബ്രേക്ക് ഡൗൺ എന്ന് പറയാൻ പറ്റും. പിന്നെ പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ഇറ്റ് ഈസ് കണക്റ്റഡ്, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, കണക്റ്റഡ് ഇൻ റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും അല്ലെ. ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ, സെനർ ഡയോഡ് ഈസ് കണക്റ്റഡ് ഇൻ റിവേഴ്സ് ബയാസ്ഡ് എന്നും കൂടി ഓർത്ത് വയ്ക്കുക. റിവേഴ്സ് ബയാസ്ഡ് കണ്ടോ, ഇത് ഇപ്പൊ ഇതായിരിക്കും റിവേഴ്സ് ബയാസ്ഡ്, ഇതായിരിക്കും ഇതിന്റെ റീജിയൻ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇതായിരിക്കും അതിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത്. ആ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് നമ്മൾ വി ഇസഡ് സെനർ വോൾട്ടേജ് നമ്മൾ പറയപ്പെടും. ഈ ഒരു പോയിന്റ്സ് നമ്മൾ ഓർത്ത് വയ്ക്കാം. അപ്പം ഈ ഒരു പോയിന്റ് നമ്മൾ ഓർത്ത് വയ്ക്കാം. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് LED പറ്റിയിട്ടാണ്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ആണ്. കുറച്ച് നമുക്ക് LED, ഫോട്ടോ ഡയോഡ്, ടണൽ ഡയോഡ്, അങ്ങനെ കുറച്ച് സ്പെഷ്യൽ പർപ്പസ് ഡയോഡ്സ് ഉണ്ട്. നമുക്ക് ഹെഡിങ് കൊടുക്കാം, സ്പെഷ്യൽ പർപ്പസ് ഡയോഡ്സ്. സ്പെഷ്യൽ പർപ്പസ് ഡയോഡ്സ്. ഓൾറെഡി നമ്മൾ സെനർ ഡയോഡ് നമ്മൾ നോക്കി. ബാക്കി നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് സെനർ ഡയോഡിനെ പറ്റി കൂടുതലായിട്ട് നോക്കാം. ഇനി LED പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തായിരിക്കും, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ആണ്. ദാറ്റ് ഗിവ്സ് വിസിബിൾ ലൈറ്റ് വെൻ എന്തായിരിക്കും, വെൻ ഫോർവേഡ് ബയാസ്ഡ്. ആ സമയത്ത് എന്ത് ചെയ്യും, ഇറ്റ് ഗിവ്സ് ദ വിസിബിൾ ലൈറ്റ് അല്ലെ. ഇറ്റ് ഇസ് മെയ്ഡ് ഫ്രം ഗാലിയം, ഫോസ്ഫറസ് ആൻഡ് ആർസനിക്. ഈ മെറ്റീരിയൽസ് വെച്ചിട്ടായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർത്ത് വയ്ക്കുക. ഫോർവേഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് 1 to 3 വോൾട്ട് ആയിരിക്കും ഇതിന്റെ ഫോർവേഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇത് നോക്കിയേ, ഇനിയിപ്പം ഗാലിയം ആർസനിക് ആണെങ്കിൽ നമുക്കറിയാം മാനുഫാക്ചർ ചെയ്യുന്നത് ഗാലിയം, ഫോസ്ഫറസ്, ആർസനിക് തുടങ്ങിയ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് അല്ലെ. അപ്പൊ ഗാലിയം ആർസനിക് ആണെങ്കിൽ വിൽ ഗെറ്റ് ദ റെഡ് ലൈറ്റ് കിട്ടും. റെഡ് ലൈറ്റ് LED നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഗാലിയം ഫോസ്ഫൈഡ് ആണെങ്കിൽ എന്തായിരിക്കും വരിക, ഗ്രീൻ ലൈറ്റ് ആയിരിക്കും വരിക. ഗാലിയം ഫോസ്ഫൈഡ് ആണെങ്കിൽ ഗ്രീൻ ലൈറ്റ് LED ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, മാനുഫാക്ചർ ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പം ഓർത്ത് വയ്ക്കുക, ഇറ്റ് ഗീവ്സ് എ വിസിബിൾ ലൈറ്റ് വെൻ ഫോർവേഡ് ബയാസ്ഡ്. മാനുഫാക്ചർ ചെയ്യുന്ന ഗാലിയം, ഫോസ്ഫറസ്, ആർസനൈഡ്. ഗാലിയം ആർസനൈഡ് ആണെങ്കിൽ എന്തായിരിക്കും, റെഡ് ലൈറ്റും. ഗാലിയം ഫോസ്ഫറസ് ആണെങ്കിൽ എന്തായിരിക്കും വരിക, ഗ്രീൻ ലൈറ്റും ആയിരിക്കും കിട്ടുന്നത്. എന്തായിരിക്കും വരിക, ഫോർവേഡ് വോൾട്ടേജ് റേഞ്ച് 1 to 3 വോൾട്ട് ആണ്. പിന്നെ എന്തായിരിക്കും വരിക, ഫോർവേഡ് കറണ്ടിന്റെ റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും, 20 to 100 മില്ലി ആംസ് ആണ്. റിവേഴ്സ് വോൾട്ടേജ് ആയിരിക്കും വരിക 3 വോൾട്ട്. ഇത് ഓർത്ത് വയ്ക്കുക. ഫോട്ടോ ഇപ്പൊ നമ്മൾ നോക്കിയാൽ നമുക്ക് എങ്ങനെ ആയിരിക്കും ഇതിന്റെ ഡയഗ്രാം നമ്മൾ നോക്കി കഴിഞ്ഞാൽ, നമ്മൾ സപ്ലൈ വോൾട്ടേജ് ആണ്, ഫോർവേഡ് ബയാസ് ഉപയോഗിക്കുന്ന വോൾട്ടേജ് ആണ്, നമ്മൾ റെസിസ്റ്റൻസ് RS ആണ്, സോഴ്സ് റെസിസ്റ്റൻസ് RS ആണ്. നമ്മൾ ഡയോഡ് ആണെങ്കിൽ നമുക്ക് ഇതിന്റെ RSന്റെ വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടും, RS is equal to ഡയോഡിന്റെ വോൾട്ടേജ് VD ആണെങ്കിൽ, സപ്ലൈ വോൾട്ടേജ് VS ആണെങ്കിൽ, therefore RS is equal to VS minus VD divided by IF.
അല്ലെ, ഇവിടെ പോകുന്ന കറണ്ട് IF ആണ്. ചിലപ്പോൾ ഇങ്ങനെയാണ് ചോദിച്ചാൽ ഓർത്ത് വെച്ചുള്ളൂ, ഒരു റിലേഷൻ ആയതുകൊണ്ട് ഞാനിങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. ഓക്കെ, അടുത്തതായിരിക്കും വരിക ഫോട്ടോ ഡയോഡ് ആണ്. ഫോട്ടോ ഡയോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓർത്ത് വയ്ക്കേണ്ട കാര്യം എന്തായിരിക്കും? ഇറ്റ് ഈസ് എ റിവേഴ്സ് ബയാസ്ഡ് ഡയോഡ് ആണ്. ഇതാണ് ഫസ്റ്റ്, ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. റിവേഴ്സ് ബയാസ്ഡ് സിലിക്കൺ ഓർ ജെർമേനിയം ലൈറ്റ്, സോറി ജെർമേനിയം PN ജംഗ്ഷൻ. ഇറ്റ് റിവേഴ്സ് ബയാസ് ഇൻക്രീസസ് വെൻ എക്സ്പോസ് ടു ലൈറ്റ്, അല്ലെ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് വർക്ക് ആസ് എ റിവേഴ്സ് ഓഫ് LED ആണ്. റിവേഴ്സ് ഓഫ് LED എന്തായിരിക്കും? ടു എമിറ്റ് ലൈറ്റ് വെൻ ഇൻ ഫോർവേഡ് ബയാസ്ഡ്. പക്ഷേ ഇതെന്തായിരിക്കും വരിക? ടു ഗിവ്സ് ലൈറ്റ് വെൻ ഇൻ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിലായിരിക്കും ലൈറ്റ് എന്ത് ചെയ്യുന്നത്? ആ ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡ് വെൻ ദ ജംഗ്ഷൻ ഈസ് എക്സ്പോസ്ഡ് ടു ലൈറ്റ് എന്തായിരിക്കും, അല്ലെ. അപ്പോൾ നമുക്ക് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ റിവേഴ്സ് ഓഫ് LED നമുക്ക് പറയാൻ പറ്റും, അല്ലെ. ആപ്ലിക്കേഷൻ എന്തായിരിക്കും? സ്വിച്ച് ബാർ സെൻസർ. ഇതൊക്കെ ആയിരിക്കും ആപ്ലിക്കേഷൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചറിംഗ് ഓഫ് or designing of switch bar sensors etc. Its reverse current increases when exposed to light എന്ന് ഓർത്ത് വയ്ക്കാം. അടുത്തതാണ് ടണൽ ഡയോഡ്. ടണൽ ഡയോഡിന്റെ ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ്സ് എ നെഗറ്റീവ് റെസിസ്റ്റൻസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡയോഡ് എക്സിബിറ്റഡ് നെഗറ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ് എപ്പോഴും ചോദിക്കുന്നതാണ്. ടണൽ ഡയോഡ് ആണ് നമുക്ക് നെഗറ്റീവ് റെസിസ്റ്റൻസ് കിട്ടുന്ന ഡയോഡ് എന്ന് പറയുന്നത്. ടണൽ ഡയോഡിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഇറ്റ് ഈസ് ഹെവിലി ഡോപ്ഡ് ആണ്. ദിസ് ഡയോഡ് ഈസ് ടണൽ ഡയോഡ് ഈസ് ഹെവിലി ഡോപ്ഡ് ആണ്. അപ്പൊ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ, VI നമ്മൾ വരച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് രണ്ട് റീജിയൻ ഉണ്ട്. നോക്കിയേ, പോസിറ്റീവ് റീജിയൻ ഉണ്ട്, നെഗറ്റീവ് റീജിയൻ ഉണ്ട്. ഇത് വോൾട്ടേജ് ആണ്, ഇത് കറണ്ട് ആണ്. ഫസ്റ്റ് കേസ് നോക്കിയേ. ഫസ്റ്റ് കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കറണ്ട് ഇങ്ങനെ കൂടി ഒരു പോസിറ്റീവ് പോയിന്റിൽ എത്തുന്നത് കേട്ടോ. P എന്ന് പറയുന്നത് ഇതാണ് നമ്മളെ പീക്ക് പോയിന്റ് എന്ന് പറയുന്നത്. പീക്ക് പോയിന്റ് എത്തിയിട്ടുണ്ട്. പിന്നെ എന്തായിരിക്കും വരിക? പിന്നെ വോൾട്ടേജ് കൂട്ടി കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? കറണ്ട് റെഡ്യൂസ് ചെയ്യുക. ദാറ്റ് മീൻസ് വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് റെഡ്യൂസ് ചെയ്യുന്നത്. ദിസ് കാൾഡ്, ഇതിനാണ് നമ്മൾ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്ന് പറയുന്നത്. ദെയർഫോർ എന്തായിരിക്കും? ഇതായിരിക്കും ഇവിടുത്തെ V. ഇതാണ് V എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് ഇവിടുത്തെ V എന്ന് പറയുന്നത്. ദിസ് V is called the വാലി പോയിന്റ് എന്ന് പറയും. ഇറ്റ്സ് കാൾഡ് ദ വാലി പോയിന്റ് വോൾട്ടേജ്. വാലി പോയിന്റ്, ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ വോൾട്ടേജ് നമ്മൾ വാലി പോയിന്റ് വോൾട്ടേജ് എന്ന് പറയും. വാലി പോയിന്റ് വോൾട്ടേജ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? പീക്ക് പോയിന്റ് വോൾട്ടേജ്, അല്ലെ. അപ്പം ഇവിടെ ഈ ഒരു റീജിയനിലായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? നെഗറ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് കിട്ടും, അല്ലെ. ദിസ് റീജിയൻ എക്സിബിറ്റ്സ് നെഗറ്റീവ് റെസിസ്റ്റൻസ്. അപ്പൊ നമുക്ക് കറണ്ട് കൂടുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് ഇവിടെ കുറയുക ചെയ്യും. Therefore this diode is exhibiting the negative resistance characteristics between എന്തായിരിക്കും? ബിറ്റ്വീൻ ടു വോൾട്ടേജ്, പീക്ക് പോയിന്റ് വോൾട്ടേജ് ആൻഡ് വാലി പോയിന്റ് വോൾട്ടേജ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു കണ്ടക്ഷൻ ബാൻഡും എന്തായിരിക്കും വരിക? ഇത് വാലൻസ് ബാൻഡും ആണെങ്കിൽ വെരി ടണലിംഗ് ഡയോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ കുറച്ച് ഫോർവേഡ് വോൾട്ടേജ് മതി എന്ത് ചെയ്യുന്നുണ്ട്? ബാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ആ ഒരു പ്രോസസ് നമ്മൾ എന്ത് പറയുന്നത്? ടണലിംഗ് എന്നാണ് പറയുന്നത്. ടണലിംഗ്. ബിക്കോസ് എന്തായിരിക്കും? ടണലിംഗ് ഈസ് നത്തിങ് ബട്ട് ദ മൂവ്മെന്റ് ഓഫ് ബാലൻസ് ഇലക്ട്രോൺസ് ടു ദ മൂവ്മെന്റ് ഓഫ്, അല്ലെ. ടണലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? മൂവ്മെന്റ് ഓഫ് വാലൻസ് ഇലക്ട്രോൺ ടു കണ്ടക്ഷൻ ബാൻഡ്, അല്ലെ. ടു കണ്ടക്ഷൻ ബാൻഡ് with a little applied voltage. ആ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കാം. ഈ ഡയോഡ് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഹെവിലി ഡോപ്ഡ് ഡയോഡ് ആണ്. അടുത്തതായിരിക്കും വരിക വാരക്ടർ ഡയോഡ് ആണ്, അല്ലെ. ദിസ് ഡയോഡ് യൂസസ് എ വേരിയബിൾ കപ്പാസിറ്റർ. സോറി, the diode junction acts as a variable capacitor in reverse biased condition. This diode എന്തായിരിക്കും? ഡയോഡ് വിൽ ആക്ട് ആസ് എ വേരിയബിൾ കപ്പാസിറ്റർ. അപ്പോൾ പറയുമ്പോഴത്തേക്ക് എന്താ? ഇതിന്റെ വാല്യൂ ഇസ് മെഷേർഡ് ഇൻ എന്തായിരിക്കും? ഇത് കപ്പാസിറ്റർ വാല്യൂ എങ്ങനെയായിരിക്കും വരിക? ഇറ്റ് ഈസ് ഇൻ പൈക്കോ ഫാരഡ് ആയിരിക്കും വരിക. വാല്യൂ ഇസ് ഇൻ പൈക്കോ ഫാരഡ് ആണ് വരുന്നത് ഓർത്ത് വയ്ക്കുക. പിന്നെ എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ വെരി ഇമ്പോർട്ടന്റ് ആണ് വോൾട്ടേജ് ട്യൂണിംഗ് സർക്യൂട്ട്. അപ്പം മനസ്സിലാക്കി വെക്കണം. നമുക്ക് എന്തായിരിക്കും? നെഗറ്റീവ് റെസിസ്റ്റൻസ് ഡയോഡ് ടണൽ ഡയോഡ് ആണ്. പിന്നെ എന്തായിരിക്കും വരിക? വോൾട്ടേജ് കൺട്രോളിംഗ്, അല്ലെ. വോൾട്ടേജ് കൺട്രോൾ ട്യൂണിംഗ് സർക്യൂട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡയോഡ് എന്തായിരിക്കും വരിക? അത് വാരക്ടർ ഡയോഡ് ആണ് ഓർത്ത് വയ്ക്കുക. വോൾട്ടേജ് കൺട്രോൾഡ് ട്യൂണിംഗ് സർക്യൂട്ട്സിൽ ഉപയോഗിക്കുന്ന ഡയോഡ് വാരക്ടർ ഡയോഡ് ആണ്. അടുത്ത ഡയോഡാണ് ഷോക്ലി ഡയോഡ് എന്ന് പറയും. ഷോക്ലി ഡയോഡ് ഷോക്ലി ഡയോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ഇതൊരു PN ജംഗ്ഷൻ ഡയോഡ് ആണ്. നമ്മൾ സാധാരണ ഗതിയിൽ വരുന്നത് PN ജംഗ്ഷൻ ഡയോഡ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഈ ഒരു രൂപത്തിലായിരിക്കും വരിക. PN ജംഗ്ഷൻ ഡയോഡ് ആണ്. ഇതായിരിക്കും അതിന്റെ ബ്രേക്ക് ഓവർ വോൾട്ടേജ്. നമ്മൾ ഡീറ്റെയിൽ പഠിക്കും ബ്രേക്ക് ഓവർ വോൾട്ടേജ് എന്ന് പറയുന്നത്. പിന്നെ ബ്രേക്ക് ഓവർ വോൾട്ടേജ്, ഫോർവേഡ് വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ ബ്രേക്ക് ഓവർ വോൾട്ടേജ് ഇതായിരിക്കും കണ്ടക്ടർ സഹായിക്കും.
അല്ല അല്ലെ അല്ലാതായിരിക്കും ലെസ് ദാൻ ആകുമ്പോഴത്തേക്ക് ഫോർവേഡ് വോൾട്ടേജ് ലെസ് ദാൻ ദ ബ്രേക്ക് ഓവർ വോൾട്ടേജ് ഇറ്റ് റെസിസ്റ്റ് ദ കണ്ടക്ഷൻ നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു പോയിന്റ്സ് ഒക്കെ നമ്മൾ ഓർത്ത് വയ്ക്കാം. സോ ഷോർട്ട് കീ ഡയോഡിനെ പറ്റിയിട്ട് അധികം ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നില്ല. നമ്മൾ പവർ ഇലക്ട്രോണിക്സ് ടോപ്പിക്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ അതുകൊണ്ട് ഞാനിത് ജസ്റ്റ് ഫിനിഷ് ചെയ്യാണ്. ഈ ഒരു ഷോർട്ട് കീ ഡയോഡ് വെച്ച് ഞാൻ ഫിനിഷ് ചെയ്യാണ്. നമുക്ക് പവർ ഇലക്ട്രോണിക്സ് ടോപ്പിക്കിൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസ് പഠിക്കേണ്ടി വരും. സോ നമ്മൾ ഈ സ്പെഷ്യൽ പർപ്പസ് ഡയോഡിനകത്ത് വാരക്ടർ ഡയോഡ് ഓർത്ത് വയ്ക്കുക, ടണലിംഗ് ഡയോഡ് ഓർത്ത് വയ്ക്കുക, LED ഓർത്ത് വയ്ക്കുക. സോ അതിന്റെ സ്പെസിഫിക്കേഷനും ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ട്രാൻസിസ്റ്റർ കണക്ഷൻ ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അത് നമ്മൾ പറയാൻ പോകുന്നത് കോമൺ ബേസ് കോൺഫിഗറേഷൻ ആണ്. കോമൺ ബേസ് കോൺഫിഗറേഷൻ പറയുമ്പോഴത്തേക്ക് ബേസ് അല്ലെ, ഇതിന്റെ 3 ടെർമിനൽ ഉള്ളത് അല്ലെ. എമിറ്റർ ഉണ്ട്, ഇറ്റ് ഈസ് എമിറ്റർ അല്ലെ, ഇത് എമിറ്റർ ആണ്, ഇത് ബേസ് ആണ്, ഇത് കളക്ടർ ആണ്. മൂന്ന് ടെർമിനൽസ് ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും ബേസ് ഈസ് കോമൺ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് അല്ലെ. ഇൻപുട്ട് പാർട്ടിലും ബേസ് വരുന്നുണ്ട്, ഔട്ട്പുട്ടിലും ആര് വരുന്നുണ്ട്, ബേസ് വരുന്നുണ്ട് അല്ലെ. അപ്പോൾ ഇൻപുട്ട് ഈസ് ഈക്വൽ, ഇപ്പോൾ ഈ കോമൺ ബേസ് കോൺഫിഗറേഷൻ ആണെങ്കിൽ ഇൻപുട്ട് എന്തായിരിക്കും വരിക, ഇൻപുട്ട് ഈസ് ഈക്വൽ ടു എമിറ്റർ കറണ്ട് IE ആണ് നമ്മുടെ ഇവിടുത്തെ ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത് അല്ലെ. ഇൻപുട്ട് സിഗ്നൽ ദാറ്റ് ഈസ് എമിറ്റർ കറണ്ട് IE. പിന്നെ എന്തായിരിക്കും വരിക, ഔട്ട്പുട്ട് എന്തായിരിക്കും വരിക, ഔട്ട്പുട്ട് കറണ്ട് I ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക, കളക്ടർ കറണ്ട് IC ആണ്. നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ അല്ലെ. കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ആൽഫ. കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആൽഫ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് കറണ്ട് ആണ്. ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് കറണ്ട്. ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് കറണ്ട് ദാറ്റ് ഇസ് ആൽഫ ഇസ് ഈക്വൽ ടു ഇറ്റ് ഇസ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് കറണ്ട് ഡെൽറ്റ IC ഡിവൈഡ് ബൈ ഡെൽറ്റ IE. ഇതാണ് നമ്മളുടെ എന്ത് പറയുന്നത്, നമ്മളുടെ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആൽഫ എന്ന് പറയുന്നത്. ഈ ആൽഫയുടെ വാല്യൂ ഓർത്ത് വയ്ക്കുക. വാല്യൂ ഓഫ് ദ ആൽഫ റേഞ്ചസ് ഫ്രം 0.9 to 0.99 ഒന്ന് ഓർത്ത് വയ്ക്കുക. The value of alpha ranges from 0.9 to 0.99. Therefore, alpha is equal to IC by IE അല്ലേ. Therefore, alpha is equal to IC divided by IE. Therefore, നമുക്ക് എങ്ങനെ പറ്റും, IC is equal to alpha times IE നമുക്ക് എടുക്കാൻ പറ്റും അല്ലെ. IE പ്ലസ് ICBO, നമ്മൾ വോൾട്ടേജ് ഒന്നും ഇല്ലാതെ കൊടുക്കുന്ന വോൾട്ടിന്റെ ഇൻപുട്ട് കൊടുക്കാത്ത സമയത്ത് ഫ്ലോ ചെയ്യുന്ന ലീക്കേജ് കറണ്ടാണ് നമ്മൾ ICBO എന്ന് പറയുന്നത്. നമുക്കറിയാം എന്തായിരിക്കും, എമിറ്റർ കറണ്ട് ഈസ് ഈക്വൽ ടു, ആൻഡ് വി നോ ദാറ്റ് എമിറ്റർ കറണ്ട് IE ഈസ് ഈക്വൽ ടു IB പ്ലസ് IC ആണ്. ബേസ് കറണ്ട് പ്ലസ് കളക്ടർ കറണ്ട് ആണ് അല്ലെ. Therefore, IC ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, ആൽഫ ടൈംസ് IEക്ക് പകരം കൊടുക്കുക IB പ്ലസ് IC പ്ലസ് ICBO അല്ലെ. ICBO ദാറ്റ് ഈസ് ഈക്വൽ ടു alpha times IB plus alpha times IC plus ICBO that is equal to IC in common എടുക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടും, therefore 1 minus alpha into IC is equal to alpha into IB plus ICBO that is equal to IC is equal to കളക്ടർ ആണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് IC is equal to alpha divided by 1 minus alpha into IB പ്ലസ് I1 by 1 minus alpha into ICBO. സോ ഈ പ്രോബ്ലം നമ്മൾ വേറെ ഒന്നും നമ്മൾ ചെയ്തില്ല. നമ്മൾ ഈ ഇക്വേഷനകത്ത് നമ്മൾ ഡിറൈവ് എടുത്തിരിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വല്ലതും വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാണാതെ പഠിക്കേണ്ട ഇക്വേഷൻ ഒന്നും അല്ല. ആ സമയത്ത് തന്നെ നമുക്ക് ഡിറൈവ് എടുക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ആണ്. ഓർത്ത് വയ്ക്കുക, IC is equal to alpha by 1 minus alpha into IB plus 1 by 1 minus alpha into ICBO. ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. ഈ ഇക്വേഷൻ ആണ് നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് വേണ്ട. ആൽഫ ഇസ് ഈക്വൽ ടു IC ബൈ IE. ഇതാണ് നമുക്ക് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ. ഈ ഇക്വേഷനാണ് നമ്മൾ ഇപ്പം എടുത്തിട്ടുള്ള ഇക്വേഷൻ നമ്മൾ എടുത്തു വന്നിട്ടുള്ളത്. അടുത്തായിരിക്കും IE ഇസ് ഈക്വൽ ടു IB പ്ലസ് IC. ഓക്കെ, നമ്മൾ പഠിച്ചത് കോമൺ ബേസ് കോൺഫിഗറേഷൻ ആണ്. കോമൺ ബേസ് കോൺഫിഗറേഷൻ എന്തായിരിക്കും, കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആൽഫ നമ്മൾ നോക്കി. ആൽഫ ഇസ് ഈക്വൽ ടു IC ബൈ IE നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ എന്തായിരിക്കും വരിക, ആൽഫയുടെ റേഞ്ച് നോക്കി 0.9 to 0.99 ആണ് വന്നിരിക്കുന്നത് അല്ലെ. ഈ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. നമ്മളെന്താ പഠിക്കുക, നമ്മൾ നോക്കിയ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ബീറ്റ ഇസ് ഈക്വൽ ടു ബേസ് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ബീറ്റ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് അല്ലേ. ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക,
ഔട്ട്പുട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് കളക്ടർ കറണ്ട് ആണ് അല്ലെ, ഡെൽറ്റ ഐ സി ഡിവൈഡ് ബൈ ഡെൽറ്റ ഐ ബി. ഇതെന്തായിരിക്കും, ഇത് ബേസ് ആണ് അല്ലെ, ഇത് ബേസ് ആണ്, ഇത് എമിറ്റർ ആണ്, ദിസ് ഇസ് ബേസ്, ഇറ്റ് ഈസ് എമിറ്റർ, ഇറ്റ് ഈസ് കളക്ടർ. അപ്പോൾ ഐ സി ബൈ ഐ ബി ആണ് അല്ലെ. വാല്യൂ ഓഫ് ദ ബീറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, വാല്യൂ ഓഫ് ദ ബീറ്റ റേഞ്ചസ് ഫ്രം 20 to 500 ആയിരിക്കും. വാല്യൂസ് ഓഫ് ദ ബീറ്റ റേഞ്ച് ഫ്രം അല്ലെ, വാല്യൂ ഓഫ് ബീറ്റ റേഞ്ച് ഫ്രം 20 to 500. ഞാൻ അടുത്ത ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന ഒരു പാർട്ടാണ് റിലേഷൻ ബിറ്റ്വീൻ ആൽഫ ആൻഡ് ബീറ്റ. റിലേഷൻ ബിറ്റ്വീൻ ആൽഫ ആൻഡ് ബീറ്റ എന്തായിരിക്കും വരിക? നമുക്കറിയാം ആൽഫ ഈസ് ഈക്വൽ ടു ഐ സി ബൈ ഐ ഇ ആണ് അല്ലെ, ഐ സി ബൈ ഐ ഇ ആണ്. ബീറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ബീറ്റ ഈസ് ഈക്വൽ ടു ഐ സി ബൈ ഐ ബി ആണ് അല്ലെ. ബീറ്റ ഈസ് ഈക്വൽ ഐ സി ബൈ ഐ ബി ആണ്. എമിറ്റർ കറണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, എമിറ്റർ കറണ്ട് ഐ ഈസ് ഈക്വൽ ടു ബേസ് കറണ്ട് പ്ലസ് കളക്ടർ കറണ്ട്. ഐ ഈസ് ഈക്വൽ ടു ഐ ബി പ്ലസ് ഐ സി നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. therefore ഐ ഇ മൈനസ് ഐ സി അല്ലെ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? therefore ഐ ഇ മൈനസ് ഐ സി ഈസ് ഈക്വൽ ടു ഐ ബി നമുക്ക് എഴുതാൻ പറ്റും. ഐ ഇ മൈനസ് ഐ സി ഈസ് ഈക്വൽ ടു ഐ ബി എഴുതാലോ. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1 അല്ലെ. ഇത് ഇക്വേഷൻ നമ്പർ എ ആണ്, ഇത് ഇക്വേഷൻ നമ്പർ ബി ആണ്. Put equation number 1 in B. Put equation 1 in B യിൽ കൊടുക്കുക. എന്തായിരിക്കും വരിക? ഐ ബിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ബീറ്റ ഈസ് ഈക്വൽ ടു ഐ സി ഡിവൈഡ് ബൈ ഐ ബിക്ക് പകരം കൊടുക്കുക ഐ ഇ മൈനസ് ഐ സി അല്ലെ, ഐ ഇ മൈനസ് ഐ സി. അടുത്തെന്തായിരിക്കും വരിക? ഡിവൈഡഡ് ബൈ ഐ ഇ അല്ലെ, ഡിവൈഡഡ് ബൈ ഐ ഇ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ ഐ ഇ. ഐ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ, therefore ബീറ്റ ഈസ് ഈക്വൽ ടു ഐ സി ബൈ ഐ ഇ ഡിവൈഡ് ബൈ എന്തായിരിക്കും 1 മൈനസ് ഐ സി ഡിവൈഡ് ബൈ ഐ ഇ. എന്തായിരിക്കും ഐ സി ബൈ ഐ ഇ ഫ്രം എ അല്ലെ, ഫ്രം എ ഐ സി ബൈ ഐ ഇ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് ആൽഫ ആണ് അല്ലെ. ഐ സി ബൈ ഐ ഇ ഈസ് ഈക്വൽ ടു ആൽഫ ആണ്. therefore ബീറ്റ ഈസ് ഈക്വൽ ടു ആൽഫ ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫ. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഓർത്ത് വയ്ക്കുക, ബീറ്റ ആൽഫ ബീറ്റ നമ്മുടെ റിലേഷൻ ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് തന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ ആൽഫയോ ബീറ്റയോ തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അൺനോൺ കണ്ടുപിടിക്കാൻ പറയും. ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക, ബീറ്റ ഈസ് ഈക്വൽ ടു ആൽഫ ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ്. അടുത്തെന്തായിരിക്കും വരിക? ഇതാ നമുക്ക് ആൽഫ ആണെങ്കിൽ ബീറ്റ തന്നിട്ടുള്ള എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്ന? ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ഡിവൈഡ് ബൈ 1 ബീറ്റ പ്ലസ് 1 അല്ലെ, ബീറ്റ പ്ലസ് 1. ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ഡിവൈഡ് ബൈ ബീറ്റ പ്ലസ് 1. അതെ, ബീറ്റ ഈസ് ഈക്വൽ ടു ആൽഫ ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫ. ഏതെങ്കിലും ഒരു ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക, അതിനകത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ആൻസർ എടുക്കാൻ പറ്റും. അപ്പം ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിച്ചു കാണുന്ന ഒരു ഇക്വേഷൻ ആണ്. സോ ഞാനത് സ്റ്റാർട്ട് ചെയ്യാൻ റെപ്രസെന്റ് ചെയ്യാണ്, ബീറ്റയും ആൽഫയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഓക്കെ, പ്രോബ്ലംസ് ഒക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൽഫയും ബീറ്റ നമ്മുടെ റിലേഷൻഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് എന്തായിരിക്കും? ആദ്യം ആൽഫ ഈസ് ഈക്വൽ ടു ഐ സി ബൈ ഐ ഇ ആണ്, ബീറ്റ ഈസ് ഈക്വൽ ടു ഐ സി ബൈ ഐ ബി ആണ് അല്ലെ. പിന്നെ എന്തായിരിക്കും? എമിറ്റർ കറണ്ട് ഈസ് ഈക്വൽ ടു ബേസ് കറണ്ട് പ്ലസ് കളക്ടർ കറണ്ട് ആണ്. അതിനാൽ നമ്മൾ ബേസ് കറണ്ട് കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ബീറ്റയുടെ ഇക്വേഷൻ നമ്മൾ ബേസ് കറണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മൾ ഈ ഒരു വാല്യൂയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മൾ പാർട്ട് 2 വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. പാർട്ട് 3 നമ്മൾ ബയാസിംഗ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് നമ്മൾ നോക്കും. സോ സബ് ജനറൽ എക്സാമിന്റെ ക്ലാസ് ഓൺഗോയിങ് ആണ്. നമ്മുടെ ക്ലാസ് നോക്കുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റീച്ച് ചെയ്യുക. ഇതാണ് നമ്മുടെ കോൺടാക്ട് നമ്പർ, ഇതാണ്. ഓക്കെ, അപ്പം എല്ലാവരും സീരിയസ് ആയിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.